വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിന്റെ ഓണം എക്സാമിന് വേണ്ടുന്ന ആദ്യത്തെ 4 ചാപ്റ്ററിന്റെ ഒരുവിധം ഒക്കെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഇതിനകത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 1 മാർക്കിന്റെ ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസർ ഇതിനകത്തിലുണ്ട് കുഞ്ഞുങ്ങളെ. ഈ വലിയ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ ചെറിയ ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ കാരണം ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു പോകും. നമുക്കിനി എന്തായാലും 2 ആഴ്ചയൊക്കെ ഉണ്ട്. അപ്പം പഠിക്കാൻ സമയമുണ്ട്. പഠിക്കണം, നല്ല മാർക്ക് മേടിക്കണമെന്നുള്ളവർക്ക് ഇനി ആയാലും മതി. അപ്പം വൺ വേർഡുകളൊക്കെ ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. വൺ വേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, 1 മാർക്കിൻ്റെ. ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, വേർ ഈസ് ദ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് RRII എന്ന് കേട്ടോ. ചിലപ്പോൾ അതിൻ്റെ ഫുൾ ഫോം ചോദിക്കാം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് നമുക്കറിയില്ലല്ലോ കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ അങ്ങ് ഈ റബ്ബർ എന്ന് നിങ്ങൾ കേട്ടാൽ കോട്ടയം എന്നങ്ങ് പഠിച്ചോണം കേട്ടോ. റബ്ബർ എന്ന് കേട്ടാൽ എന്താ, കോട്ടയം. ഇപ്പം തന്നെ അങ്ങ് പഠിച്ചല്ലോ, 1 മാർക്ക് കിട്ടിയല്ലോ. വേർ ഈസ് ദ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അതിൻ്റെ ഷോർട്ട് ഫോം എന്താണ്? RRII. ലൊക്കേറ്റഡ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എവിടെയാണ് സ്ഥിതി എന്ന് ചോദിച്ചാൽ കോട്ടയം പറഞ്ഞോണ്ടേ കുഞ്ഞുങ്ങളെ. ഞാൻ ഇനിയുള്ള ക്വസ്റ്റ്യൻസ് കാരണം നമുക്ക് 4 ചാപ്റ്ററുകളുണ്ട്, സ്പീഡിൽ പറഞ്ഞു പോകും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പഠിക്കാൻ എത്രത്തോളം പറ്റുമോ അത്രത്തോളം കൊണ്ട് നിർത്തുക. എന്നിട്ട് പിന്നെ സമയം കിട്ടുമ്പോൾ ബാക്കി കാണുക. ഒറ്റയടിക്ക് ഇത് മൊത്തവും പഠിക്കാൻ ഞാൻ പറയത്തില്ല കേട്ടോ. ഇത് മൊത്തവും കൂടെ നിങ്ങൾ ഇപ്പം തന്നെ പഠിക്കുന്നത് ഞാൻ പറയില്ല. നിങ്ങൾക്ക് സമയം എപ്പോഴാണോ കിട്ടുന്നത് അത് മനസ്സോടെ, വീട്ടുകാർ പറയാതെ നമുക്ക് തന്നെ പഠിക്കണമെന്നൊരു ചിന്ത വരുമല്ലോ. അപ്പം നിങ്ങൾക്ക് എപ്പോഴാണോ പഠിക്കേണ്ടത് അപ്പോൾ ഇരുന്ന് പഠിക്കണേ കുഞ്ഞുങ്ങളെ. പഠിച്ചെങ്കിലേ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം വിച്ച് ക്രോപ്പ് ഈസ് നോൺ ആസ് കവിത. കവിതയല്ല, പവിത്ര കേട്ടോ. ഇവിടുന്ന് കവിത വന്നത്. പവിത്ര അന്നപൂർണ. നോക്കുന്നില്ല, അന്നപൂർണ എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്തുവാ, അരിയുടെ പേരല്ലേ അല്ലേ. പവിത്ര, അന്നപൂർണ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഏത് വിളയാണ്? നെല്ല കേട്ടോ, റൈസ്. ഓർത്തോടെ വെച്ചില്ല. അപ്പം നമ്മൾ റബ്ബർ എന്ന് കേട്ടപ്പോഴേ കോട്ടയം, പവിത്ര അല്ലെങ്കിൽ അന്നപൂർണ എന്ന് കേൾക്കുമ്പോൾ നെല്ലാണ്. ഇനി റാബിറ്റ് റിയറിങ് ഈസ് കാൾഡ്. ഈ മുയലുണ്ടല്ലോ കുഞ്ഞില്ല, മുയൽ വളർത്തുന്നതിന് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് പരീക്ഷയ്ക്ക് ചോദിക്കും. 1ാമത്തെ പാഠത്തിനകത്തിൽ അതിനെ കുറേ ഉണ്ട്. കോഴി വളർത്തൽ, മുയൽ വളർത്തൽ, പന്നി വളർത്തൽ, ഇങ്ങനെയൊക്കെയുള്ള കുറേ അല്ലേ, ബട്ടർഫ്ലൈ എന്നല്ലേ, അതൊക്കെയുണ്ട്. അതിൻ്റെയൊക്കെ വളർത്തുന്നതിന് എന്ത് പേരാണെന്ന് നമുക്ക് അങ്ങോട്ട് ക്വസ്റ്റ്യൻ ആൻസർ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം വൺ വേർഡാണ്. എന്താണ് റാബിറ്റ് റിയറിങ്ങിന് പറയുന്നത്? മുയൽ വളർത്തലിന് ക്യൂണി കൾച്ചർ എന്നാണ് കേട്ടോ. CUNI കൾച്ചർ, ക്യൂണി കൾച്ചർ കേട്ടോ. വേർ ഈസ് ദ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ലൊക്കേറ്റഡ്. കാർഷിക സർവകലാശാല എവിടെയാണ് നിങ്ങളെ സ്ഥിതി ചെയ്യുന്നത്? കാർഷിക സർവകലാശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിക്കുകയെ, മണ്ണുത്തിയാണ് കേട്ടോ. മണ്ണുത്തി. ആ സ്പെല്ലിംഗ് ഒക്കെ നോക്കിക്കോണേ കേട്ടോ. മണ്ണുത്തി. അടുത്ത, പ്രോസസ് ഓഫ് സീഡ് ഫോർമേഷൻ ത്രൂ പൊളിനേഷൻ. ഈ പരാഗണം വഴി വിത്ത് ഉണ്ടാകുന്ന പ്രക്രിയയ്ക്ക് എന്ത് പേരാണ് പറയുന്നത്? ആ ചാപ്റ്റർ ഞാൻ പറയാം കുഞ്ഞുങ്ങളെ. നല്ലപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നാണ് കേട്ടോ. അത് ഓർത്ത് വെച്ചേക്കണേ. എന്താണ്? ലൈംഗിക പ്രജനനം എന്നാണ്. പ്ലേസ് വെയർ സാപ്ലിംഗ് ആർ ഗ്രോൺ ആൻഡ് സോൾഡ്. അതായത് തൈകൾ നമ്മൾ വളർത്തുകയും വിൽക്കുകയും ചെയ്യുന്ന നേഴ്സറിക്ക് പറയുന്ന പേര് നഴ്സറി എന്നാണ് കേട്ടോ. നമ്മൾ ഇല്ലേ വിത്ത്, നമ്മളിപ്പോൾ എല്ലായിടും ചെടി മേടിക്കത്തില്ലേ? ചെടി ഇപ്പോൾ എല്ലായിടും അങ്ങ് ചെടിക്കടയാണ് അല്ലേ. ഒരു എല്ലാ ജംഗ്ഷനുകളിലും ചെടികൾ വിൽക്കുന്ന സ്ഥലമുണ്ട്. അതിന് പറയുന്ന പേരെന്താ? നഴ്സറി എന്നാണ് കേട്ടോ. നഴ്സറി സ്പെല്ലിംഗ് ഉണ്ടോ? വിച്ച് ആസിഡ് ഈസ്, ഇനി നമുക്ക് ആസിഡുകളെ കുറിച്ചൊന്ന് നോക്കാം. വിച്ച് ആസിഡ് ഈസ് നോൺ ആസ് കിങ് ആസിഡ്. ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇതെല്ലാം 1 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ. നമ്മൾ റബ്ബർ എന്ന് കേൾക്കുമ്പോഴേ കോട്ടയം, അന്നപൂർണ പവിത്ര എന്ന് കേൾക്കുമ്പോൾ അത് അരിയാണ്. റാബിറ്റ് റിയറിങ്ങിന് പറയുന്ന ക്യൂണി കൾച്ചർ എന്നാണ്. കാർഷിക സർവകലാശാല എവിടെയാണെന്ന് ചോദിച്ചാൽ മണ്ണുത്തിയാണ്. പിന്നെ നമ്മൾ ഈ ചെടികളൊക്കെ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേര് നഴ്സറി എന്നാണ്. പിന്നെ ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡിനെ കേട്ടോ. സ്പെല്ലിംഗ് എഴുതി പഠിച്ചോണേ. സൾഫ്യൂരിക് ആസിഡിനെയാണ് ആസിഡുകളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നത്. മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഏത് ആസിഡാണ് ഉപയോഗിക്കുന്നത്? ആസിഡുകളെ കുറിച്ചാണ് കുഞ്ഞുങ്ങളെ. നോക്കിക്കേ, മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഏത് ആസിഡാണ് ഉപയോഗിക്കുന്നത്? നോക്കിയേ, ടാനിക് ആസിഡ്. ആ പേര് നോക്കണേണ്ട, ടാനിക് ആസിഡ് കണ്ടോ. ടാനിക് ആസിഡ് പേര് തിരിഞ്ഞു പോയില്ല കേട്ടോ. അടുത്ത, ഓയിൽ ഓഫ് വിട്രിയോൾ. പേര് നോക്കിയേ, ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡിനെയാണ്.
ഓരോ ആസിഡുകളും നോക്കിക്കൊണ്ട് സൾഫ്യൂരിക് ആസിഡിനെ അറിയുന്നത് ഓയിൽ ഓഫ് വിട്രിയോൾ എന്നാണ്. അതിൻ്റെ ഇംഗ്ലീഷും അത് തന്നെ കേട്ടോ. ഇനി ലാബിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തി കൂടിയ ആസിഡ്, ലാബ് ഉണ്ടല്ലോ, ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തി കൂടിയ ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് നൈട്രിക് ആസിഡാണ് കേട്ടോ. ഇനി നമ്മുടെ വീട്ടിലൊക്കെ വിനാഗിരി വാങ്ങിക്കുമല്ലോ കുഞ്ഞുങ്ങളെ, വിനീഗർ, അതിലുള്ള ആസിഡ് ഏതാണ്? അസറ്റിക് ആസിഡാണ്. അപ്പോൾ നമ്മൾ ആസിഡുകളെ കുറിച്ച് നമ്മൾ പഠിച്ചത് മറന്നു പോകരുത്. റബ്ബർ പഠിച്ചു അല്ലേ, അതൊക്കെ ഒന്ന് പഠിക്കുമ്പോൾ ഒന്ന് മറന്നു പോകരുത്. പിന്നെ ആസിഡ് എന്ന് കേൾക്കുമ്പോൾ എന്താണ്? ആസിഡുകളുടെ രാജാവ് സൾഫ്യൂരിക് ആസിഡാണ്. മഷി, തുകൽ എന്നിവ നിർമ്മിക്കാൻ ടാനിക് ആസിഡാണ് ഉപയോഗിക്കുന്നത്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. ലാബിലൊക്കെ ഏറ്റവും ശക്തി കൂടിയതായിട്ട് ഉപയോഗിക്കുന്നത് നൈട്രിക് ആസിഡാണ്. വിനാഗിരിക്കകത്തിൽ അസറ്റിക് ആസിഡാണ്. ഓർത്ത് വെച്ചോണേ. നമുക്ക് ഓരോ ചാപ്റ്ററിൻ്റെയും ഞാൻ സ്പീഡിൽ പറഞ്ഞു പോവുകയാണ്. ഇനിയുള്ളത് ഞാൻ സ്പീഡിൽ പോവുകയാണ്. What is the process of producing new plants from vegetative part like root, stem or leaf? നമ്മുടെ വേരിലും തണ്ടിലും ഇലയിലും നിന്നും പുതിയ ചെടികൾ ഉണ്ടാകുന്ന പ്രക്രിയയെ എന്ത് പേരാണ് അറിയപ്പെടുന്നത്? വേരിലും തണ്ടിലും ഇലയിലും നിന്നും പുതിയ ചെടികൾ ഉണ്ടാക്കുന്ന പ്രക്രിയയെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ കായിക പ്രജനനം എന്നാണ് പറയുന്നത്. അടുത്ത, വാട്ട് ഈസ് ദ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് പ്ലാന്റ്സ് ബൈ ജോയിനിങ് സ്റ്റെം ഓഫ് ടു പ്ലാന്റ്സ്? രണ്ട് ചെടികളുടെ തണ്ടുകൾ ചേർത്ത് ചെടി ഉണ്ടാക്കുന്ന രീതിയെ, രണ്ട് ചെടികളുടെ തണ്ടുകൾ ചേർത്ത് ചെടി ഉണ്ടാക്കുന്ന രീതിയെ ഗ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ കമ്പൊട്ടിക്കൽ എന്നാണ് പറയുന്നത്. അത് 1 മാർക്കിനും ചോദിക്കും, 3 മാർക്കിനും ചോദിക്കും. അതിൻ്റെ രീതി ഏതൊക്കെയാണെന്ന് ടെസ്റ്റിൽ പറയുന്നുണ്ട്. അടുത്ത, producing roots on a stem while attached to the mother plant is called. മാതൃസസ്യത്തിൻ്റെ തണ്ടിൽ വേരുകൾ ഉണ്ടാകുന്ന രീതി, മാതൃസസ്യത്തിൻ്റെ തണ്ടിനകത്തോട്ട് വേരുകൾ ഉണ്ടാകുന്ന രീതിയെ പതിവയ്ക്കൽ അല്ലെങ്കിൽ ലെയറിങ് എന്നാണ് പറയുന്നത്. ആ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലെയറിങ്ങും ബഡ്ഡിങ്ങും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും ഒക്കെ എന്താണെന്ന് പഠിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ പരാഗണം വഴി വിത്തുണ്ടാക്കുന്ന പ്രക്രിയയ്ക്ക് എന്ത് പേര്? മുമ്പേ നമ്മളത് പറഞ്ഞല്ലേ, പ്രോസസ് ഓഫ് സീഡ് ഫോർമേഷൻ ത്രൂ പൊളിനേഷൻ പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലൈംഗിക പ്രജനനം എന്നാണ് പറയുന്നത്. വേറെ ഹൈ ക്വാളിറ്റി സീഡ്സ് പ്രൊഡ്യൂസ്ഡ് ത്രൂ ഹൈബ്രിഡൈസേഷൻ അല്ലേ, ഹൈബ്രിഡ് വിത്തുകൾ ഉണ്ടാക്കുന്ന സ്ഥലം. വേറെ ഹൈ ക്വാളിറ്റി സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിലാണ് കേട്ടോ, അഗ്രികൾച്ചർ റിസർച്ച് സെൻറ്ററിലാണ്. അതൊക്കെ 1 മാർക്കിൻ്റെ ചോദ്യമാണ്. കേരളത്തിലെ പ്രധാന കാർഷിക സർവകലാശാല, കേരളത്തിലെ മുമ്പ് നമ്മൾ പറഞ്ഞതാണ്, കേരളത്തിലെ പ്രധാന കാർഷിക സർവകലാശാല എവിടെയാണെന്ന് ചോദിച്ചാൽ മണ്ണുത്തിയാണ് കുഞ്ഞുങ്ങളെ കേട്ടോ. അത് മുമ്പേ നമ്മൾ പറഞ്ഞതാണ്, മണ്ണുത്തി കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത മെയിൻ അഗ്രികൾച്ചർ, അതിൻ്റെ ഇംഗ്ലീഷാണ് മെയിൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. കേരള എവിടെയാണ്? മണ്ണുത്തി കേട്ടോ, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി മണ്ണുത്തി. അടുത്ത റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്യൂബർ, നോക്കിക്കേ, ട്യൂബർ ക്രോപ്സ്, ട്യൂബർ മീൻസ് കിഴങ്ങ് അല്ലേ, കിഴങ്ങ് വർഗ ഗവേഷണ സ്ഥാപനം. നമ്മൾ ഈ പറയുന്നത് ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും. ഇപ്പം ഈ ഓരോ ഇതിനെയൊക്കെ ഇപ്പം കൃഷിയുടെ മണ്ണുത്തിയാണെങ്കിൽ ഇപ്പം കിഴങ്ങ് വർഗത്തിൻ്റെ ഗവേഷണ സ്ഥാപനം ശ്രീകാര്യത്താണ്. അത് CDCRI, അതിൻ്റെ CTCRI എന്നാട്ടോ, CTCRI ഏതിൻ്റെയാണ്? ട്യൂബർ ക്രോപ്സ് ഏതിൻ്റെ? കിഴങ്ങ് വർഗ ഗവേഷണ സ്ഥാപനം, അത് ശ്രീകാര്യത്താണ്. അടുത്ത റബ്ബർ, മുമ്പ് നമ്മൾ പറഞ്ഞ റബ്ബർന്ന് കേൾക്കുമ്പോഴേ അത് കോട്ടയമാണ് കേട്ടോ. RRI കോട്ടയം, RRII കോട്ടയം റബ്ബർ. അടുത്ത റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോക്കനട്ട് അരക്കനട്ട് അല്ലേ, എന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ, അടയ്ക്ക, കൊക്കോ എന്നീ ഗവേഷണ കേന്ദ്രങ്ങളെല്ലാം കാസർഗോഡാണ് കേട്ടോ. CPCRI എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ്? CPCRI. ഇതെല്ലാം ഓർത്തോണേ. CTCR എന്ന് വെച്ചാൽ കിഴങ്ങ് വർഗത്തിൻ്റെയാണ്. അതുപോലെ RRI എന്ന് വെച്ചാൽ റബ്ബറിൻ്റെയാണ്. അടുത്ത CPCRI എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തേങ്ങ, അടയ്ക്ക, കൊക്കോ എന്നിവയുടെയാണ്. അതെവിടെ? കാസർഗോഡ്. അടുത്ത ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥനാണ്.
ഡോക്ടർ MS സ്വാമിനാഥൻ. ഇനി നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ അന്നപൂർണ പവിത്ര, കണ്ടോ ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. അന്നപൂർണ പവിത്ര നെല്ലാണ് കേട്ടോ, റൈസിൻ്റെ ആണ്. ഹൈബ്രിഡുകൾ ചോദിക്കും, ഏതെങ്കിലും ഒരു ഹൈബ്രിഡ് കാണും, ഓർത്തോണം. അന്നപൂർണ പവിത്ര എന്ന് കേൾക്കുമ്പോഴേ അത് നെല്ലാണ്, റൈസിൻ്റെ. ഇനി ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര, ചന്ദ്രയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം തേങ്ങ, കോക്കോനട്ടിൻ്റെ ആണ് കേട്ടോ. ചന്ദ്രലക്ഷ ശങ്കര എന്നിവയെല്ലാം തേങ്ങയുമായിട്ട് ബന്ധപ്പെട്ടയാണ്. സൽകീർത്തി, കിരൺ ഇവയെല്ലാം എന്താ ലേഡീസ് ഫിംഗർ അല്ലെങ്കിൽ വെണ്ട കേട്ടോ, ഹൈബ്രിഡിൻ്റെ ആണ്. ഇതിലേതെങ്കിലും ഒരെണ്ണം എന്താ മാച്ച് ദ ഫോളോയിങ്ങിനോ ഫില്ലപ്പിനോ എന്തേലും ചോദിക്കാം. അടുത്ത പെസ്റ്റ് കൺട്രോൾ യൂസിങ് ലിവിങ് ഓർഗാനിസം, ജീവികളെ ഉപയോഗിച്ച് നടത്തുന്ന കീടനിയന്ത്രണത്തിന് പറയുന്ന പേരെന്താണ്? ജീവികളെ ഉപയോഗിച്ച് തന്നെ നടത്തുന്ന കീടനിയന്ത്രണത്തിന് പറയുന്നത് ബയോളജിക്കൽ കൺട്രോൾ അല്ലെങ്കിൽ ജൈവ നിയന്ത്രണം എന്നാണ്. ബയോളജിക്കൽ കൺട്രോൾ അല്ലെങ്കിൽ ജൈവ നിയന്ത്രണം എന്നാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ ഗോൾസ് വിച്ച് കൾട്ടിവേറ്റിംഗ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്? നമ്മൾ ഈ പഴങ്ങൾ, ഇതൊക്കെ 2 മാർക്കിന് ചോദിക്കുക. ഈ പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ നടുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ്? പഴങ്ങളും പച്ചക്കറികളും എന്നിവ നടുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ്? 1 ഷുഡ് ഈൽഡ് ക്വിക്കിലി, 2 മോസ്റ്റ് ഈൽഡ് പ്ലെൻറ്റി, ഈൽഡ് ഷുഡ് ഹാവ് ഗുഡ് ക്വാളിറ്റി. നമുക്ക് വേഗം ഫലം ഉണ്ടാകണം അല്ലേ? ഏതൊരു വിള നമ്മൾ നടുമ്പോഴും നമ്മുടെ മനസ്സിൽ ഇത് പെട്ടെന്ന് കായ്ക്കണം, നല്ല പഴങ്ങളൊക്കെ തരണം എന്നുള്ള രീതിയിലാണ് അല്ലേ? ഷുഡ് ഈൽഡ് ക്വിക്കിലി, വേഗം നമുക്ക് ഫലം ഉണ്ടാകണം. അതുപോലെ തന്നെ നല്ല വിളവ് ലഭിക്കുകയും വേണം, നല്ലതുപോലെ കായ്ക്കണം അല്ലേ? നമ്മൾ പറയത്തില്ലേ നല്ല ഒരുപാട് വിളകൾ വരണം. അതുപോലെ തന്നെ ഈൽഡ് ഷുഡ് ഹാവ് ഗുഡ് ക്വാളിറ്റി, ആ ഫലത്തിന് നല്ല ഗുണനിലവാരവും ഉണ്ടായിരിക്കണം എന്നതാണ് കേട്ടോ. അത് 2 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. അടുത്ത സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നാൽ എന്താണ്? ഈ പാഠത്തിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ലൈംഗിക പ്രത്യുൽപാദനം എന്നാൽ എന്താണ്? ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻസ് ഓഫ് ന്യൂ സാപ്ലിംഗ് ഫ്രം സീഡ്സ് ആർ നോൺ ആസ്, മുമ്പ് നമ്മൾ 1 മാർക്കിൻ്റെ അത് പറഞ്ഞതാണ് അല്ലേ? വിത്തിൽ നിന്നും പുതിയ തൈകൾ മുളച്ചുണ്ടാകുന്ന പ്രക്രിയയാണ് ലൈംഗിക പ്രത്യുൽപാദനം അല്ലെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ലൈംഗിക പ്രത്യുൽപാദനം വഴി ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് കുറേ എക്സാമ്പിൾ പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ലൈംഗിക പ്രത്യുൽപാദനം വഴി എന്താണ്? വിത്തിൽ നിന്നുമാണ്. ഇപ്പം ഒരു നമ്മൾ വെണ്ട എടുക്കുകയാണെങ്കിൽ ആ വിത്തിൽ നിന്നും അത് ചെടിയാകുന്നു. ആ ചെടിയിൽ തന്നെ വീണ്ടും എന്ത് ചെയ്യുന്നു? വെണ്ടയ്ക്ക ഉണ്ടാക്കിയിട്ട് വെണ്ടയ്ക്കയുടെ അകത്തെ കുരു ഉണ്ടല്ലോ, അത് പൊട്ടി വെണ്ട നല്ലതുപോലെ വിളഞ്ഞ് കായായി കഴിയുമ്പോൾ അതിൽ തന്നെ നിന്ന് അതങ്ങ് പൊട്ടും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണങ്ങിക്കഴിയുമ്പോൾ അതിൽ നിന്ന് തന്നെ അതങ്ങ് പൊട്ടിത്തെറിച്ച് അതിൻ്റെ താഴെ വീണ്ടും കിളിച്ച് അങ്ങനെ അല്ലേ? നമ്മൾ നല്ലപോലെ വിളഞ്ഞ് അതിൽ നിൽക്കുകയാണെങ്കിൽ അതിൽ തന്നെ അത് വെണ്ട, ലേഡീസ് ഫിംഗർ, അതുപോലെ വെള്ളരിക്ക, കുക്കുംബർ, തെങ്ങ്, കോക്കനട്ട്, പ്ലാവ്, ജാക്ക് ഫ്രൂട്ട്, ഇതെല്ലാം എന്താണ്? ഈ സെക്ഷൽ റീപ്രൊഡക്ഷന് എക്സാമ്പിളാണ് കേട്ടോ. അടുത്ത എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ കായിക പ്രജനനം എന്നാൽ എന്താണ്? ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻസ് ഓഫ് ന്യൂ സാപ്ലിംഗ് ഫ്രം ദ വെജിറ്റേറ്റീവ് പാർട്സ് ഓഫ് പ്ലാന്റ്സ് ആർ കാൾഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഒരു സസ്യത്തിന്റെ കായിക ഭാഗങ്ങളിൽ നിന്ന്, അതിന്റെ കായ്ക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതിൽ നിന്നും പുതിയ തൈകൾ ഉണ്ടാകുന്നതിനെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഞാൻ സ്പീഡിൽ പോകട്ടോ, അല്ലെങ്കിൽ നമുക്ക് തീരത്തില്ല. ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ, മുമ്പേ നമ്മൾ പറഞ്ഞ ഹരിത വിപ്ലവത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥൻ ആണ് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ ദ വെജിറ്റേറ്റീവ് പാർട്ട് ഓഫ് പ്ലാന്റ്സ്? ചെടിയുടെ കായിക ഭാഗങ്ങൾ ഏതെല്ലാമാണ്? ഒരു ചെടിയുടെ കായിക ഭാഗങ്ങൾ ഏതെല്ലാമാണ്? അതിൻ്റെ സ്റ്റെമ്മുണ്ട്, റൂട്ടുണ്ട്, ലീഫുണ്ട്, അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മുണ്ട്. ഈ 4ൽ നിന്നും എന്താണ് കായ്കൾ ഉണ്ടാകുന്നത് കേട്ടോ. ഇപ്പം സ്റ്റെമ്മെന്ന് വെച്ചാൽ കമ്പ് വെട്ടി നമുക്ക് എന്തൊക്കെ നടുന്നുണ്ട്? കമ്പ് വെട്ടി, ഇപ്പം ചീനിയൊക്കെ എന്താ കമ്പ് വെട്ടി നടുവല്ലേ നമ്മൾ ചെയ്യുന്നത് അല്ലേ? റൂട്ട്, വേര് വെട്ടി നടുന്നത്. ഇപ്പം വേരെന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ ചേമ്പും അങ്ങനെയൊക്കെയുള്ള എല്ലാം കണ്ടിട്ടുണ്ടോ? ചേമ്പ്. ലീഫ്, ഇല മുളച്ച് ചെടിയൊക്കെ, അതുപോലെ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മോ അല്ലേ? ഇതിനൊക്കെ കുറേ എക്സാമ്പിൾ ഉൾപ്പെടെ നമ്മൾ പറഞ്ഞതാണ്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഈസ് എ ടൈപ്പ് ഓഫ് ടൈപ്പ് ഓഫ് ഡാഷ് എന്ന് വെച്ചാൽ കായിക പ്രജനനം 2 വിധം ഉണ്ട് ഞങ്ങൾ. ഇതിനകത്തിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഏത് ടൈപ്പിൽ വരുന്നതാണ്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് കേട്ടോ. നമ്മളോട് ചോദിക്കും, അത് 1 മാർക്കിന് ചോദിക്കാം. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഈസ് ഡാഷ്, എന്നിട്ട് 2 എണ്ണവും തരും നമുക്ക്. ഏതാ? സെക്ഷലും തരും, അസെക്ഷലും തരും. അതിലേതാണ്? അസെക്ഷലാണ് കേട്ടോ, ഓർത്തോണേ. അടുത്ത സെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. വിത്തിൽ നിന്നും തൈച്ചെടികൾ ഉണ്ടാകുന്നതിനെയാണ് ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. മുമ്പ് നമ്മൾ പറഞ്ഞ പോലെയാണ് കറിവേപ്പ്. നോക്കി കഴിഞ്ഞാൽ കറിവേപ്പ് അല്ലെ കറി ലീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് നടുന്നത്? റൂട്ടാണോ, സ്റ്റെമ്മാണോ, ലീഫാണോ അതിൻ്റെ നമ്മൾ നടുന്നത്?
നോക്കിയേ, ഈ റൂട്ടാണോ സ്റ്റെമ്മാണോ ലീഫാണോ അതിൻ്റെ നടുന്നത്? അതിൻ്റെ വേരാണ്. ഇതിൻ്റെയാ കറിവേപ്പിലേക്ക് എപ്പോഴും എന്താ നടുന്നത്? വേരാണ് നടുന്നത്. എന്നാൽ ഇഞ്ചിയോ, ജിഞ്ചർ, ഇഞ്ചിക്കും എന്താ നടുന്നത്? അതിൻ്റെ സ്റ്റെമ്മ് തന്നെയാണ്, വേരാണ് ഇഞ്ചിയുടെ നടുന്നത്. ഇലമുളച്ചി, ബ്രയോഫിലിം, അതിൻ്റെ ഇലയാണ് നടുന്നത് കേട്ടോ. കുരുമുളകിൻ്റെ വേരാണ് നടുന്നത്. ഇത് മുമ്പ് നമ്മൾ പറഞ്ഞതിൻ്റെ കണ്ടോ തന്നിട്ടുണ്ട്, ആൻസർ തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഒന്നാമത്തെ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ചെടികൾ നട്ടു വളർത്തുമ്പോൾ നിരവധി കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തെല്ലാമാണ്? ദെയർ ആർ സോ മെനി ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ കൾട്ടിവേറ്റിംഗ് പ്ലാന്റ്സ്. ഒന്ന്, ഫെർട്ടൈൽ സോയിൽ, നല്ല മണ്ണായിരിക്കണം അല്ലേ, നല്ല ഫലപുഷ്ടമായ മണ്ണാണെന്ന് നോക്കണം. നമ്മൾ എന്തെങ്കിലും ഒന്ന് നടുമ്പോൾ ആ മണ്ണ് അതുമായിട്ട് പൊരുത്തപ്പെട്ട് കിളിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം അത് നടാൻ. അതുപോലെ തന്നെ പ്രോപ്പർ ഇറിഗേഷൻ, ശരിയായ രീതിയിൽ വെള്ളം ലഭിക്കുന്ന സ്ഥലമാണോ? ഫേവറബിൾ ക്ലൈമറ്റ്, അനുയോജ്യമായ കാലാവസ്ഥയാണോ? ക്വാളിറ്റി സീഡ്സ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ്, നല്ല ഗുണനിലവാരമുള്ള വിത്തും അതിൻ്റെ നടീൽ വസ്തുക്കളുമാണോ? പ്രോപ്പർ സൺലൈറ്റ്, നല്ല രീതിയിൽ കൃത്യമായ സൂര്യപ്രകാശം കിട്ടുന്നതാണോ? പെസ്റ്റ് കൺട്രോൾ, കീടനാശിനി നിയന്ത്രണം കേട്ടോ. ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു ചെടികൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ 6 പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു ലെയറിംഗ് എന്നാൽ എന്തെന്ന് 1 മാർക്കിനും 3 മാർക്കിനും ചോദിക്കാം. ലെയറിംഗ് ഇസ് ദ പ്രാക്ടീസ് ഓഫ് പ്രൊഡ്യൂസിങ് plantlet by cutting and planting the stem of a mother plant after generating root from it. ഒരു മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളെ പതിവയ്ക്കലെന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ ഘട്ടം ഘട്ടമായിട്ട് നിങ്ങളുടെ ടെസ്റ്റ് കിടപ്പുണ്ട്. അതായത് മാതൃസസ്യത്തിൽ നിന്ന് പെൻസിൽ വണ്ണമുള്ള ഒരു കമ്പ് നമ്മൾ തിരഞ്ഞെടുക്കുക. അതിൻ്റെ പ്രധാന തടിയിൽ നിന്നുള്ളതാണ് കൂടുതൽ നല്ലത്. ഈ കമ്പിൽ 2 പർവ്വങ്ങൾ എന്ന് വെച്ചാൽ നോട്ട്സ് ഉണ്ടല്ലോ, നോട്ട്സുകളുണ്ട് കേട്ടോ. ആ ഇടയിലുള്ള തൊലി 2-3 സെൻറ്റിമീറ്റർ നീളത്തിൽ വളയാകൃതിയിൽ ചെത്തി എന്ത് ചെയ്യുക, മാറ്റുക. എന്നിട്ട് എന്ത് ചെയ്യാം, അതിനകത്ത് ചകിരിച്ചോറും മണ്ണും ചാണകപ്പൊടി എന്നിവ ചേർത്ത മിശ്രിതം ചെറിയ നനവോടെ ആ ഭാഗത്ത് വെച്ച ശേഷം ഒരു പോളിത്തീൻ കവർ ഉപയോഗിച്ച് പൊതിഞ്ഞു കെട്ടുക. ഇടയ്ക്കിടയ്ക്കൊന്ന് നനച്ചും കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഘട്ടം 3 2 മാസത്തിനകം ഈ പതി വെച്ച ഭാഗത്ത് ധാരാളം വേരുകൾ ഉണ്ടാകുന്നതായിട്ട് കാണാം. ഈ വേര് മുളച്ച കമ്പ് പതി വെച്ചതിന് ശേഷം അത് താഴെ അത് മുറിച്ചെടുത്തിട്ട് ഏതെങ്കിലും ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം മറ്റോ താഴെയോ അല്ല നമ്മുടെ അയ്യത്തോ ഒക്കെ നട്ടുവെക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. അത് ചോദിക്കുമേ നിങ്ങൾ കേട്ടോ ഉറപ്പാണേ. അപ്പം നമ്മൾ അടുത്തത് നോക്കിയേ, കായിക പ്രജനനം നമ്മളിപ്പോൾ കുറേ പറഞ്ഞു അറിയാമല്ലോ. ഇപ്പം തണ്ട് നടുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുരുമുളക്, കോവല്, മുന്തിരിങ്ങി ഇതൊക്കെ തണ്ടാണ് നടുന്നത് കേട്ടോ. ഇലമുളച്ചിയും ബിഗോണിയ, നിലപ്പന ഇതെല്ലാം ഇലയാണ് നടുന്നത്. ഭൂകാണ്ഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി, കാച്ചിൽ, മഞ്ഞൾ, വാഴ, ചേന ഇങ്ങനെയൊക്കെ ഉണ്ടെല്ലാം അതിൻ്റെ ഭൂകാണ്ഡമാണ് നടുന്നത്. വേര് നടുന്നത് കറിവേപ്പ്, അല്ലാത്ത വേപ്പുണ്ട്, പിന്നെ ശീമപ്ലാവ് ഇതിൻ്റെയൊക്കെ വേരാണ് നടുന്നത്. വിത്ത് നടുന്നത് പയറ്, നെല്ല്, ചക്ക, മുരിങ്ങയ്ക്ക, മാങ്ങ ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ എല്ലാം വിത്താണ് നടുന്നത്. വിത്ത് ഉണ്ടാകുന്നത് എവിടെ നിന്നാണെന്ന്, വിത്ത് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? വിത്ത് ഏത് ഫ്രൂട്ട്സ് ആണോ അല്ലേ അതിൻ്റെ ആ ഫലത്തിൽ നിന്ന് തന്നെയാണ് ആ വിത്ത് ഉണ്ടാകുന്നത് അല്ലേ. അത് ചോദിക്കും, ഈ ഫലം ഉണ്ടാകുന്നതോ അതിൻ്റെ ചെടിയിൽ നിന്നാണ്. ഒരു നല്ല വിളവ് ലഭിക്കാൻ മുമ്പ് നമ്മുടെ ചോദ്യം ഇത് തന്നെ, ഒരു നല്ല വിളവ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യണം? നല്ല വിളവ് ലഭിക്കാൻ നല്ല ഗുണമേന്മയുള്ള വിത്ത് ആദ്യമേ നമ്മൾ തിരഞ്ഞെടുക്കണം കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യം നിങ്ങളെ. ഒരു നല്ല വിളവ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ എന്ത് ചെയ്യണം? നല്ല ഗുണമേന്മയുള്ള വിത്ത് ആദ്യമേ നമ്മൾ തിരഞ്ഞെടുക്കണം. ഈ വിത്തിൻ്റെ എന്ത് ചെയ്യുക, ഫലം, ആ വിത്തിൻ്റെ മേന്മ ഉറപ്പുവരുത്താൻ വേണ്ടി വിത്ത് എടുക്കുന്ന ഫലം, ചെടി എന്നിവയും ഗുണമേന്മയുള്ളതായിരിക്കണം. വിത്തിൽ നിന്ന് മാത്രമാണോ നമ്മൾ പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത്? ഇപ്പം നമ്മൾ പറഞ്ഞതാ അല്ലല്ലോ. വേരിൽ നിന്നും, ഭൂകാണ്ഡത്തിൽ നിന്നും, ഇലയിൽ നിന്നും, തണ്ടിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് പുതിയ സസ്യത്തിനെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഇനി അടുത്തത് എന്താണ് സെർപ്പൻറ്റൈൻ ലെയറിംഗ് എന്നാൽ എന്താണ്? സെർപ്പൻറ്റൈൻ എന്ന് വെച്ചാൽ നാഗപതിവയ്ക്കൽ എന്നാൽ എന്താണ്? ഒരേ സമയം ഒന്നിലധികം തൈകൾ ഒരു ശാഖയിൽ നിന്നും ലഭിക്കുന്നതാണ്. ഒരേ സമയം തന്നെ ഒന്നിലധികം തൈകൾ ഒരു ശാഖയിൽ നിന്ന് ലഭിക്കുന്നതിനെയാണ് നമ്മൾ നാഗപതിവയ്ക്കൽ അല്ലെങ്കിൽ സെർപ്പൻറ്റൈൻ ലെയറിംഗ് എന്ന് പറയുന്നത്. അതായത് കുരുമുളക്, വെറ്റില, മുന്തിരി ഇവയെല്ലാം എന്താണ്? നാഗപതിവയ്ക്കലാണ്. ഈ പതിവയ്ക്കുന്ന സസ്യങ്ങളുടെ സവിശേഷത എന്ന് വെച്ചാൽ മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങളുണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ വേഗത്തിൽ ഇത് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു. അടുത്ത ഗ്രാഫ്റ്റിംഗ് എന്നാൽ എന്താണ്?
ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ. അല്ലെങ്കിൽ ഈ ഒട്ടിക്കാനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് വേരോടുകൂടിയതായിരിക്കണം കേട്ടോ. അത് ഒരു ചോദ്യമാണ്. ഗ്രാഫ്റ്റിംഗ് എന്നാൽ എന്താണ്? എന്നിട്ടോ കമ്പൊട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോടുകൂടി ആ ചെറിയ കാണ്ഡത്തിൻ്റെ പേര് പരീക്ഷയ്ക്ക് ചോദിക്കും. 1 മാർക്കിൻ്റെ ചോദ്യമാണ്. നമ്മൾ ഈ കമ്പൊട്ടിക്കുമല്ലോ കുഞ്ഞില്ലേ, അതിനുവേണ്ടി നമ്മൾ തിരഞ്ഞെടുത്ത ആ വേരോടുകൂടിയ, രണ്ടായിട്ട് നമ്മൾ അതിനെ മുറിക്കണ്ടായോ, അപ്പോൾ ആ വേരോടുകൂടി ആ ചെറിയ ഇതിന് വിളിക്കുന്ന പേര് സ്റ്റോക്ക് എന്നാണ് കേട്ടോ, അല്ലെ മൂലകാണ്ഡം. കമ്പൊട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുത്ത ചെടിയുടെ ആ കൊമ്പിനെ വിളിക്കുന്ന പേര് സയൺ അല്ലെങ്കിൽ ഒട്ടുകമ്പ് എന്നുമാണ്. അത് പരീക്ഷയ്ക്ക് ആ 2 എണ്ണവും ചോദിക്കും കേട്ടോ. വേരുള്ള ആ ഭാഗത്തിന് സ്റ്റോക്ക് എന്നും നമ്മൾ ഏത് ചെടിയുടെ കമ്പാണോ എടുത്ത് അതിനെ സയൺ എന്നും വിളിക്കുമെന്ന് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇത് ആക്ടിവിറ്റി ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരു കമ്പ് എടുത്തിട്ട് അതെന്തൊക്കെ ചെയ്യുന്നു, എങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ള കേട്ടോ. ഓർഡർ അനുസരിച്ച് എഴുതാനൊക്കെ 2 മെറിറ്റ്സുകൾ. മാതൃസസ്യത്തിൽ വെച്ച് വേര് മുളപ്പിച്ച ശേഷം മുറിച്ച ഒരു കൊമ്പിൻ്റെ ചിത്രം വരച്ച് എന്നിട്ട് അതിൽ നിന്നും എന്ത് ചെയ്യാം, ഇത്തരത്തിൽ പുതിയ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയെ നമുക്ക് എന്ത് പറയാം? പതിവയ്ക്കൽ എന്നല്ലേ പറയുന്നത്. നമ്മൾ കുറേ നേരം കൊണ്ട് പറയുന്നല്ലോ. അപ്പം ഇങ്ങനെ കുറേ ഷഫിൾ ചെയ്ത് തരും. വേര് തിരിച്ചും മറിച്ചും വിട്ട് നിങ്ങൾക്ക് തരും. തന്നിട്ട് നിങ്ങളോട് പറയും എന്ത് ചെയ്യാം, ഇതൊന്ന് പതിവയ്ക്കൽ എന്ന് വെച്ചാൽ അന്ന് കറക്റ്റ് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ നിങ്ങളോട് ചോദിക്കും കേട്ടോ. ഇപ്പം നോക്കിയാൽ കൊമ്പ് മുറിച്ചെടുത്തു മണ്ണിൽ തടുത്തു. ആദ്യമേ അതാണോ? അല്ല. ആദ്യത്തെ ജോലി എന്താ? ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമ്പർ തെറ്റിച്ച് ഇവിടെ തന്നു, ഇത് കറക്റ്റായിട്ട് എഴുതിയേക്കുക കേട്ടോ. നമ്മുടെ ടെസ്റ്റിലുള്ളതാണ്. ലെയറിങ് എന്നാൽ എന്തെന്ന് പഠിച്ചോണേ കേട്ടോ, നമ്മുടെ ടെസ്റ്റിലെയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിലെയാണ് നോക്കൂ ഞങ്ങളുടെ ഫിസിക്കൾച്ചർ എന്ന് വെച്ചാൽ എന്താണ്, സെറികൾച്ചർ എന്താണ്, എപ്പിക്കൾച്ചർ എന്താണ് കേട്ടോ, ക്യൂണിക്കൾച്ചർ, ഫ്ലോറിക്കൾച്ചർ, പോൾട്രി ഫാം, ഇതൊക്കെ എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. അതായത് ഗ്രോവിങ് ഫ്ലവറിന് പൂക്കളുടെ ഉണ്ടാക്കുന്നതാണ് ഫിസിക്കൾച്ചർ കേട്ടോ. പൂക്കൾ ഉണ്ടാക്കുന്നതാണ് ഫിസിക്കൾച്ചർ. ഇവിടെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. റിയറിങ് ഫിഷ് മത്സ്യകൃഷി, റിയറിങ് സിൽക്ക് വാം പട്ടുനൂല്, റിയറിങ് റാബിറ്റ് ഫ്ലവറിൻ്റെ പുഷ്പച്ചെടി ശരിയാണ്. റിയറിങ് റാബിറ്റ് മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു. റിയറിങ് റാബിറ്റ് മുയൽ വളർത്തൽ, റിയറിങ് ഹണീബി തേനീച്ച വളർത്തൽ, റിയറിങ് ഫിഷ് മത്സ്യകൃഷി, റിയറിങ് പോൾട്രി കോഴി ഫാം കേട്ടോ. വേറെ ഈസ് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി മുമ്പ് നമ്മൾ ചോദിച്ചതാണ്. എവിടെ? മണ്ണുത്തിയാണ് കേട്ടോ. വാട്ട് ആർ ദ ഇമ്പോർട്ടൻ്റ് പ്രോഗ്രാംസ് ബീങ് കണ്ടക്റ്റഡ്? മണ്ണുത്തി എവിടാന്ന് ചോദിച്ചാൽ എവിടെ? തൃശ്ശൂരത്തെ മണ്ണുത്തിയിൽ കേട്ടോ. പിന്നെ അതത്രയൊക്കെ മതി. അതിൻ്റെ ലെറ്റേഴ്സസ് ഉണ്ട്, അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇപ്പം നമ്മൾ പറഞ്ഞതിനുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് സെറികൾച്ചറും ഒക്കെ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പാർട്ട് 1 നമ്മൾ ഈ പാഠത്തിൻ്റെ തന്നെ ഈയിടെ തന്നെ ഒരെണ്ണം ഇട്ടിട്ടുണ്ട്, അതൊന്ന് കയറി കാണണേ കേട്ടോ. കാരണം ഒന്നാമത്തെ ചാപ്റ്റർ ഇപ്പോൾ തന്നെ എന്തൊക്കെ 22 മിനിറ്റോളം ആയി ഒന്നാമത്തെ ചാപ്റ്റർ. അപ്പം അതിൻ്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ തന്നെ ഇപ്പം ഞാൻ ഈയിടെ ഒരെണ്ണം ലേറ്റസ്റ്റ് ഇട്ടിട്ടുണ്ട്, നോക്കണേ. ഇത് 2ാമത്തെ പാഠമാണ്. നോക്കൂ നിങ്ങളെ സ്പീഡിൽ പറഞ്ഞു പോകും, കാരണം ടൈം നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല. വാട്ട് ആർ ആസിഡ്? ആസിഡ് ആർ സബ്സ്റ്റൻസ് വിച്ച് ടേൺ ബ്ലൂ ലിറ്റ്മസ് ഇൻടു റെഡ്. ആസിഡുകൾ എന്നാൽ എന്ത്? നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ എന്ന് പറയുന്നത്. വാട്ട് ആർ ബേസ്? സബ്സ്റ്റൻസ് ദാറ്റ് ടേൺ റെഡ് ലിറ്റ്മസ് ഇൻടു ബ്ലൂ ആർ ബേസ്. ബേസുകൾ എന്നാൽ എന്ത്? ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങളാണ് ബേസുകൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇൻഡിക്കേറ്റർ എന്നാൽ എന്താണ്? ഇൻഡിക്കേറ്റേഴ്സ് ആർ സബ്സ്റ്റൻസ് ദാറ്റ് ഹെൽപ്പ് ടു ഐഡന്റിഫൈ acid and base by changing their color. ലിറ്റ്മസ് പേപ്പർ ഈസ് ആൻ ഇൻഡിക്കേറ്റർ. സൂചകങ്ങൾ എന്നാൽ എന്താണ്? നിറമാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ. ലിറ്റ്മസ് പേപ്പർ ഒരു സൂചകമാണ്. ജിനുവിൻ്റെ ഡയറിയിൽ പരാമർശിച്ച് പരീക്ഷണത്തിൽ മഞ്ഞ നിറം ലഭിക്കാനായി 2ാമത്തെ ഗ്ലാസ്സിൽ ടീച്ചർ ചേർത്തിരിക്കാൻ സാധ്യതയുള്ള പദാർത്ഥം ഇതിലേതാണ്? നാരങ്ങാ നീരോ വിനാഗിരിയോ വെള്ളമോ അല്ലേ ഉപ്പുളി വെള്ളമോ ഒക്കെ ആയിരിക്കാം കേട്ടോ. അത് ടെസ്റ്റിലെ ഒരു ചോദ്യമാണ്. അടുത്ത ഡു ദ സബ്സ്റ്റൻസ് ദാറ്റ് ടേൺ പതിമുഖം വാട്ടർ ഇൻറ്റു യെല്ലോ ഹാവ് എനിത്തിങ് കോമൺ ഇൻ ദെയർ ടേസ്റ്റ്. അതായത് നമ്മൾ ഈ പതിമുഖ വെള്ളത്തിൻ്റെ നിറം മഞ്ഞയാക്കിയ പദാർത്ഥങ്ങൾക്ക് രുചിയിൽ എന്തെങ്കിലും പൊതു സ്വഭാവമുണ്ടോ? പതിമുഖത്തിൻ്റെ വെള്ളം നമ്മൾ കൂടുതലിട്ട് തിളപ്പിക്കത്തില്ലേ, അപ്പോൾ എന്തെങ്കിലും രുചിയിൽ വ്യത്യാസമുണ്ടോ? യെസ് ഉണ്ട് അല്ലേ. ദേ ആൾ ഹാവ് എ സോർ ടേസ്റ്റ്.
ദ സോർ ടേസ്റ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സം ആസിഡ് ഇൻ ദം. അവയിൽ പുളിരുചി അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. പതിമുഖ വെള്ളത്തിൽ കൂടുതലിട്ട് നമ്മൾ തിളപ്പിക്കുമ്പോൾ ചെറിയ പുളിരുചി ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ ടെസ്റ്റിൽ ഒരു ചോദ്യമാണ് വിനാഗിരി നീല ലിറ്റ്മസ്, കണ്ടോ, ചുവപ്പ് ലിറ്റ്മസ്, റെഡ് കണ്ടോ, ലെമൺ. ഇത് നമ്മുടെ ടെസ്റ്റിലെ ചോദ്യമാണ്, കണ്ടോ. ഇതങ്ങ് എഴുതിയെടുക്കണേ നിങ്ങൾ കേട്ടോ. ബ്ലൂ ഏതാണ്, റെഡ് ഏതാണെന്നൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളത് എഴുതിയെടുക്കണം. Additions to the blue and red litmus paper, name two other indicator that are commonly used in ലാബിൽ അല്ലേ. അതായത് നീല ചുവപ്പ് ലിറ്റ്മസ് പേപ്പറുകൾക്ക് പുറമെ ലാബിലൊക്കെ, അതായത് ലബോറട്ടറികളിൽ സാധാരണ ഉപയോഗിക്കുന്ന 2 സൂചകങ്ങളുടെ പേര് ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും. അത് ഫീനോഫ്താലിനും മീഥൈൽ ഓറഞ്ചുമാണ് കേട്ടോ. ഫീനോഫ്താലിനും മീഥൈൽ ഓറഞ്ചുമാണ്, അത് പരീക്ഷയ്ക്ക് ചോദിക്കും. അടുത്ത, വിച്ച് ഈസ് ദ ബേസ് യൂസ്ഡ് ടു മേക്ക് സോപ്പ്. സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ബേസ് ഏതാണ്, ഉറപ്പായും ചോദിക്കും. സോപ്പ് നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ബേസ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമാണ്. വിച്ച് ആർ ബേസ് യൂസ്ഡ് ഇൻ മെഡിസിൻ. മരുന്നുകളിൽ ഉപയോഗിക്കുന്ന ബേസുകൾ ഏതെല്ലാം? മരുന്നുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബേസുകൾ അലൂമിനിയം ഹൈഡ്രോക്സൈഡും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡുമാണ്. വിച്ച് ആസിഡ് ഈസ് യൂസ്ഡ് ഓട്ടോമൊബൈൽ ബാറ്ററീസ്. നമ്മൾ ഈ ഓട്ടോമൊബൈൽ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ് ആട്ടോ. സൾഫ്യൂരിക് ആസിഡ് ആളാരാന്ന് അറിയാമല്ലോ. ഇൻ ദ ലബോറട്ടറി മെറ്റാലിക് ക്യാപ്സ് ആർ നോട്ട് യൂസ്ഡ് ഫോർ ഗ്ലാസ് ബോട്ടിൽ കണ്ടെയ്നിങ് ആസിഡ് എക്സ്പ്ലെയിൻ. അതായത് നമ്മൾ ഈ ലാബിലൊക്കെ അല്ലെങ്കിൽ ലബോറട്ടറികളിലൊക്കെ ആസിഡുകൾ തുറന്നു വെക്കാറില്ല, അടച്ചു വെക്കാറില്ല. കാരണം എന്താണ്? ലാബിലിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആസിഡുകളൊന്നും അടച്ചു വെക്കാറില്ല. കാരണം എന്താണെന്ന്? ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽസ് ആൻഡ് കൊറോഡ് മെറ്റൽസ്. സോ മെറ്റാലിക് ക്യാപ്സ് ആർ നോട്ട് യൂസ്ഡ് ഫോർ ഗ്ലാസ് ബോട്ടിൽ കണ്ടെയ്നിങ് ആസിഡ്. ആസിഡുകൾ ലോഹങ്ങളുമായിട്ട് അത് വെച്ചിരിക്കുന്ന പാത്രമില്ലയോ, അത് ലോഹങ്ങളുമായിട്ട് പ്രവർത്തിച്ച് അവയുടെ നാശത്തിന് കാരണമാകുന്നു. അതിനാൽ ലോഹ അടപ്പുകൾ ഉപയോഗിക്കാറില്ല എന്നാ പറയുന്നത് കേട്ടല്ലോ. ആസിഡ് വീണാൽ എന്ത് സംഭവിക്കും? ആസിഡ് വീണാൽ എന്ത് പറയാൻ വല്ലതും ഉണ്ടോ അല്ലേ? ആസിഡ് വീണാൽ അത്രയും ഭാഗം പൊള്ളിപ്പോവും. ആസിഡ് വീണാൽ എന്ത് സംഭവിക്കും? സ്ട്രോങ് ആസിഡ് ക്യാൻ അബ്സോർബ് വാട്ടർ ആൻഡ് ലിബറേറ്റ് ഹീറ്റ്. ദേ ക്യാൻ കോസ് ബേൺ ഇഫ് ദേ ഗെറ്റ് സ്പിൽഡ് ഓൺ ദ ബോഡി. അതുപോലെ തന്നെ പ്യൂറിങ് cold water on the affected area for a long time is the first aid for this. If the burn is severe, the persons should be taken into hospital. അതായത് നമ്മൾ ഈ വീര്യം കൂടിയ ആസിഡുകൾ ജലാംശം നമ്മുടെ ശരീരത്തോട്ട് വീണാൽ ആ വീണ അത്രയും ഭാഗത്തെ വെള്ളം ഇത് പെട്ടെന്ന് അങ്ങ് വലിച്ചെടുക്കും. മനസ്സിലായോ? ജലാംശം വലിച്ചെടുക്കുകയും അത്രയും ഭാഗം താപം പുറത്തു വിടാനുള്ള കഴിവും അപ്പോൾ ഉണ്ട് അല്ലേ. അവ ശരീരത്തിൽ വീണാൽ പൊള്ളലേൽക്കുന്നു. ഈ പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളമോ കേട്ടോ, അതുപോലെ തന്നെ പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം കുറേ സമയം ഒഴിക്കുകയാണ് ഇതിനുള്ള പ്രഥമ ശുശ്രൂഷ. പൊള്ളൽ ഗുരുതരമാണെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോകണം എന്നും പറയുന്നുണ്ട് കേട്ടോ. അച്ചാറുകളിൽ സൂക്ഷിക്കാൻ ലോഹപാത്രങ്ങൾ ഉപയോഗിക്കുന്നില്ല. കാരണം എന്ത്? പാത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഗ്ലാസ് പാത്രത്തിലായിരിക്കും കൂടുതലും അല്ലേ. എന്തുകൊണ്ടാണ്? മെറ്റൽ കണ്ടെയ്നർ ആർ നോട്ട് യൂസ്ഡ് ടു സ്റ്റോർ പിക്കിൾസ്. പിക്കിൾസ് കണ്ടെയ്ൻസ് ആസിഡ് അല്ലേ. ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽസ്. ദീസ് മേ കോസ് ഹെൽത്ത് ഇഷ്യൂസ്. സോ പിക്കിൾസ് ആർ യൂഷ്വലി സ്റ്റോർഡ് ഇൻ ഗ്ലാസ് ജാർസ്. അച്ചാറുകളിൽ ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ആസിഡുകൾ ലോഹങ്ങളുമായിട്ട് പ്രവർത്തിക്കുന്നു. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ട് അച്ചാറുകൾ ഗ്ലാസ് ജാറിലാണ് സൂക്ഷിക്കേണ്ടത്. ഓക്കെ ആണോ? ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഓക്കെ, അടുത്ത വിച്ച് സബ്സ്റ്റൻസ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ആസിഡ്. ഏതൊക്കെ വസ്തുക്കളാണ് ആസിഡിന്റെ സൂചകങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്? മീഥൈൽ ഓറഞ്ച് കേട്ടോ, ആസിഡിന്റെ സൂചകം മീഥൈൽ ഓറഞ്ച്. വിച്ച് സബ്സ്റ്റൻസ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഇൻഡിക്കേറ്റർ ഓഫ് ബേസ്. ബേസിന്റെ സൂചകമായിട്ട് ഉപയോഗിക്കുന്നത് ഫീനോഫ്താലിൻ. ഇനി എല്ലാ ആസിഡുകൾക്കും എന്തുണ്ട്? പുളിരുചിയുണ്ട്. ഓൾ ആസിഡ് ഹാവ് സോർ ടേസ്റ്റ്. എല്ലാ ബേസുകൾക്കും ബേസ് ഹാവ് ആൽക്കലൈൻ ടേസ്റ്റ് അല്ലേ.
ഇനി പേജ് നമ്പർ 32 ഒരു ചോദ്യം ഉണ്ടോ നിങ്ങളെ, വിച്ച് ലിക്വിഡ് ഫീൽ സ്ലിപ്പറി? ഏതെല്ലാം ദ്രാവകങ്ങൾക്കാണ് വഴുവഴുപ്പ്, സ്ലിപ്പറി എന്ന് വെച്ചാൽ വഴുവഴുപ്പുള്ളതെന്ന്? സോപ്പ് വാട്ടർ, സോപ്പ് വെള്ളത്തിൽ, ബേക്കിംഗ് സോഡ, ലൈം വാട്ടർ, ആഷ് സസ്പെൻഷൻ എന്നിവ. തെളിഞ്ഞ ചാരവെള്ളം, തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം, അപ്പക്കാരലായനി, സോപ്പ് വെള്ളം, ഇവയ്ക്കെല്ലാം വഴുവഴുപ്പുണ്ട്. അടുത്ത, ഹൗ ഡസ് മിൽക്ക് ടേൺ അസിഡിക് വെൻ ഇറ്റ് ബിക്കംസ് കേർഡ്? പാല് തൈരാകുമ്പോൾ എങ്ങനെയാണ് അതിന് ആസിഡ് സ്വഭാവം വരുന്നത്? പാല് തൈരാകുമ്പോൾ എ ലിറ്റിൽ കേർഡ് ഈസ് ആഡഡ് ടു മിൽക്ക് ടു ടേൺ ഇൻ ടു കേർഡ് അല്ലേ. കേർഡ് കണ്ടെയ്ൻസ് എ ബാക്ടീരിയ കാൾഡ് ലാക്ടോബാസിലസ്. The lactic acid that is produced when these bacteria nourish themselves with the milk gives curd into sour taste. നമ്മൾ പാല് തൈരാകാൻ ഏതെല്ലാം ആസിഡുകളാണ് ഉപയോഗിക്കുന്നതെന്നാ അല്ലേ. നമ്മൾ പാലിനുള്ളിലോട്ട് ഒരല്പം എന്തെടുക്കുക, തൈര് അല്ലേ. അതിൻ്റെ മലയാളം തന്നെ ഇവിടെ തന്നെ ഉണ്ട്, അത് ഞാൻ പറയാം. ഇംഗ്ലീഷുകാർ അത് എഴുതണേ, നമുക്ക് സ്പീഡിൽ പോവാം. ആസിഡ് ആർ സബ്സ്റ്റൻസ് ദാറ്റ് ടേൺ ബ്ലൂ ലിറ്റ്മസ് ഇൻ ടു റെഡ് അല്ലേ. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങൾ ആസിഡുകളാണ്, ചുവന്ന ലിറ്റ്മസ് നീലയാക്കുന്നത് ബേസുകളാണ്. എന്താണ് ലിറ്റ്മസ് പേപ്പർ? നമ്മൾ കുറേ പറഞ്ഞു അല്ലേ. മരങ്ങളിലും പാറകളിലും മറ്റും പറ്റിപ്പിടിച്ചു വളരുന്ന സസ്യവിഭാഗമായ ചിലയിനം ലൈക്കണുകളുടെ സത്തിൽ നിന്ന് നിർമ്മിക്കുന്ന ഒരു ചായമാണ് ലിറ്റ്മസ്. ഇത് നിറമാറ്റം വഴി പദാർത്ഥങ്ങളുടെ സ്വഭാവം തിരിച്ചറിയാൻ സഹായിക്കുന്നു. ലൈക്കണുകളുടെ സത്ത് കടലാസിൽ പുരട്ടി ലിറ്റ്മസ് പേപ്പറും വെള്ളത്തിൽ ലയിപ്പിച്ച് ലിറ്റ്മസ് ലായനിയും ഉണ്ടാക്കുന്നു. നീല ചുവപ്പ് നിറത്തിലുള്ള ലിറ്റ്മസ് പേപ്പറുകളും ലായനികളും സ്കൂൾ ലാബിൽ കിട്ടും. നമ്മുടെ ഒരു പേപ്പർ എടുത്തിട്ട് അതിനകത്തില്ലേ നമ്മൾ മഞ്ഞപ്പൊടി ഉണ്ടല്ലോ, നിങ്ങൾ മഞ്ഞപ്പൊടി അത് നല്ലപോലെ കലക്കിയിട്ട് നമ്മുടെ വെള്ള പേപ്പറിലൊന്ന് വെള്ള പേപ്പറെ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് അത് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നാരങ്ങാ നീര് ഉണ്ടെങ്കിൽ അതൊന്ന് പുരട്ടി നോക്കിയാൽ അപ്പോൾ അറിയാം ഇത് മാറുന്നത് കേട്ടോ. അതൊരു ചോദ്യമാണ്. ഇനി ഏതെല്ലാം ദ്രാവകങ്ങളാണ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത്? വിച്ച് ലിക്വിഡ്സ് ടേൺ ബ്ലൂ ലിറ്റ്മസ് ഇൻ ടു റെഡ്? ലെമൺ ജ്യൂസ്, അതായത് നാരങ്ങാ നീര്, ബട്ടർ മിൽക്ക് മോര്, വിനീഗർ വിനാഗിരി, ടമറിൻ്റെ വാട്ടർ പുളിവെള്ളം. ചോദ്യം കേട്ടോണേ. അടുത്ത, ഏതെല്ലാം ദ്രാവകങ്ങളാണ് ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നത്? സോപ്പ് വാട്ടർ, ബേക്കിംഗ് സോഡ, ലൈം വാട്ടർ എന്നിവയൊക്കെയാണ്. ആസിഡും ബേസും തമ്മിലുള്ള ഡിഫറൻസ് ഓർത്തോണം. ആസിഡ് എന്ന് വെച്ചാൽ പുളിവെള്ളം, നാരങ്ങാ നീര്, വിനാഗിരി, മോര് ഇതെല്ലാം ആസിഡാണ്. ചുണ്ണാമ്പ് വെള്ളം, സോപ്പ് വെള്ളം, തെളിഞ്ഞ ചാരവെള്ളം, അപ്പക്കാരലായനി ഇതെല്ലാം ബേസുമാണ്. അപ്പോൾ എന്താണ് ഇൻഡിക്കേറ്റർ എന്ന് ചോദിക്കാം. നിറമാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ സൂചകങ്ങൾ എന്ന് പറയുന്നത്. ഇൻഡിക്കേറ്റർ ആർ സബ്സ്റ്റൻസ് ദാറ്റ് ഹെൽപ്പ് ടു ഐഡന്റിഫൈ ആസിഡ് ആൻഡ് ബേസ് ബൈ ചേഞ്ചിങ് ദെയർ കളറ്. ഈ ആസിഡുകളുടെയും ബേസുകളുടെയും സ്വഭാവം ചോദിക്കാം. ആസിഡുകൾക്ക് പുളിരുചിയുണ്ട്, അതായത് സോർ ടേസ്റ്റ് ആണ്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. ടേൺ ബ്ലൂ ലിറ്റ്മസ് റെഡ്. അതും നോട്ട് സ്ലിപ്പറി ആണ് അല്ലേ. ഇതെന്താ, ആസിഡുകൾ ഒരിക്കലും ആസിഡുകളിന് വഴുവഴുപ്പ് ഉണ്ടാകാറില്ല. എന്നാൽ ബേസ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതിൻ്റെ കാരരുചി ആൽക്കലൈൻ ടേസ്റ്റ് ആണ്. ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നു. ടേൺ റെഡ് ലിറ്റ്മസ് ബ്ലൂ, എന്നാൽ അത് സ്ലിപ്പറിയുമാണ് കേട്ടോ, വഴുവഴുപ്പും ഉള്ളതാണ്. ഏതൊക്കെ വസ്തുക്കളാണ് ആസിഡിന്റെ സൂചകങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്? വിച്ച് സബ്സ്റ്റൻസ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ആസിഡ്? ഏതൊക്കെയാ? ബ്ലൂ ലിറ്റ്മസും മീഥൈൽ ഓറഞ്ചും. ബേസിന്റെ സൂചകമായിട്ട് ഉപയോഗിക്കുന്നവയോ? ബേസ് അത് റെഡ് ലിറ്റ്മസും ഫീനോഫ്താലിൻ, അതുപോലെ മീഥൈൽ ഓറഞ്ച് അല്ലേ, മുമ്പ് നമ്മൾ പറഞ്ഞതാ, എന്നാലും ഒന്നുകൂടെ പഠിച്ചു വെച്ചേക്കണം. ഇനി നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനകത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ ഏതെല്ലാം? നമ്മൾ ഓരോ ആഹാരങ്ങളും കഴിക്കുമ്പോൾ അതിനകത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ ഏതെല്ലാം? അതായത് ഫുഡ് ഐറ്റംസ് അല്ലേ. മോര്, തൈര്, അതായത് ബട്ടർ മിൽക്കും കേർഡിലും ലാക്റ്റിക് ആസിഡാണ് അടങ്ങിയിരിക്കുന്നത്. മോര്, തൈര്, ബട്ടർ മിൽക്കിനും കേർഡിനകത്തിലും തൈരിനകത്തിലും ലാക്റ്റിക് ആസിഡാണ് അടങ്ങിയിരിക്കുന്നത്. വിനീഗറിനകത്തിൽ അസറ്റിക് ആസിഡാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മാർക്കിന്റെ ചോദ്യമാണ്. വിനാഗിരിക്കകത്തിൽ ഏത് ആസിഡ് അടങ്ങിയിരിക്കും? അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ അസറ്റിക് ആസിഡ് അല്ലെ. നാരങ്ങ, ലെമണിനകത്തിൽ സിട്രിക് ആസിഡാണ്. ലെമൺ നാരങ്ങക്കകത്തിൽ സിട്രിക് ആസിഡാണ്. വാളൻ പുളിക്കകത്തിനകത്തിൽ ടാർട്ടാറിക് ആസിഡാണ്. ടാർട്ടാറിക് ആസിഡാണ്. ആപ്പിളിനകത്ത് മാലിക് ആസിഡാണ്.
ആപ്പിൾ, നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ ഏതൊക്കെയാണ്? നെല്ലിക്ക അല്ലെങ്കിൽ ഗൂസ്ബെറിക്കകത്തിൽ അസ്കോർബിക് ആസിഡാണ്, അസ്കോർബിക് ആസിഡ്. തക്കാളി അല്ലെങ്കിൽ ടൊമാറ്റോയ്ക്കകത്തിൽ ഓക്സാലിക് ആസിഡാണ്. നമ്മൾ കഴിക്കുന്ന 7 ഫുഡിൻ്റെ പേര്, കഴിക്കുന്ന 7 പേര് പറഞ്ഞതിൽ ഓരോന്നിലും അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ പഠിച്ചു വെച്ചോണം കേട്ടോ. ഇനി അതുപോലെ തന്നെ സോപ്പ്, അപ്പക്കാരം, ഇവയുടെ രുചി എന്താണെന്ന് അറിയാൻ പറ്റുന്നുണ്ടോ? സോപ്പ്, അപ്പക്കാരം, ഇവയുടെ രുചി, ഇവയ്ക്കെല്ലാം കാരരുചിയാണ് അല്ലേ. അതായത് ഇതെല്ലാം എന്താണ്? ഇവയെല്ലാം ബേസ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇവയ്ക്കെല്ലാം ആൽക്കലൈൻ ടേസ്റ്റ് ആണ് അല്ലേ. കാരണം എല്ലാ ബേസുകൾക്കും കാരരുചിയാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. മുമ്പ് നമ്മൾ പാല് തൈരാവുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ. പാൽ, അതിൻ്റെ മലയാളം ഞാൻ ഇവിടെ എഴുതിയത് കൊണ്ടാണ് അവിടെ എഴുതാഞ്ഞത്. അതായത് പാൽ തൈരാകുന്നത്, പാൽ തൈരാക്കി മാറ്റുന്നതിന് തിളപ്പിച്ചാറ്റിയ പാലിൽ ഒരല്പം തൈര് നമ്മൾ ഒഴിക്കുന്നു. തൈരിൽ ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് ഈ പാല് പെട്ടെന്ന് തൈരാവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൈരിൽ ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ്. ഇവ പാലിൽ നിന്നും പോഷണം നടത്തുന്നതിൻ്റെ ഫലമായി ഈ ലാക്റ്റിക് ആസിഡ് ഉണ്ടാകുന്നു. ലാക്റ്റിക് ആസിഡ് തൈരിന് പുളി നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇംഗ്ലീഷ് നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു, ഇത് മലയാളമാണ് കേട്ടോ. അടുത്ത ലാബിലൊക്കെ ഉപയോഗിക്കുന്ന ആസിഡുകൾ ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന ആസിഡുകൾ ഏതെല്ലാം? യൂസസ് ഓഫ് ലബോറട്ടറി. ഒന്ന്, ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ നോക്കിയേ, അതിൻ്റെ കെമിക്കൽ ഫോർമുല HCl എന്നാണ്. HCl ഹൈഡ്രോക്ലോറിക് ആസിഡ്, പിന്നെ നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് കേട്ടോ. അതുപോലെ തന്നെ അസറ്റിക് ആസിഡ്. ഏതൊക്കെ ആസിഡുകളുടെയൊക്കെ പേരൊന്ന് പഠിച്ചു വെച്ചേക്കണം കുഞ്ഞുങ്ങൾ കേട്ടോ. ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഇതിൻ്റെയൊക്കെ HCl എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉണ്ടാവും ഹൈഡ്രോക്ലോറിക് ആസിഡ്. HNO3 എന്ന് വെച്ചാൽ നൈട്രിക് ആസിഡ്. H2SO4 സൾഫ്യൂരിക് ആസിഡ്, അസറ്റിക് ആസിഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബേസ് നോക്കിയേ. ബേസ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. എന്ത് ഹൈഡ്രോക്സൈഡ് എന്ന് കേട്ടാലും അത് ബേസ് ആണ് കേട്ടോ. സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എല്ലാം ബേസ് ആണ്. അങ്ങനെയാണെങ്കിൽ രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാം? വാട്ട് ആർ ദ പ്രിക്വേഷൻസ് ടു ബി ടേക്കൺ വൈൽ ഹാൻഡിങ് കെമിക്കലുകളെല്ലാം നമ്മൾ കയ്യിൽ എടുത്ത് ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ആദ്യമേ ബി കെയർഫുൾ നോട്ട് ടു ഫാൾ ഓൺ ബോഡി പാർട്ട്. നമ്മുടെ ശരീരഭാഗങ്ങളിൽ വീഴാതെ നോക്കണം. ഡു നോട്ട് ടച്ച് വിത്ത് ഹാൻഡ്. ഒരിക്കലും കെമിക്കൽ നമ്മൾ കൈ കൊണ്ട് തൊടരുത്. ഡു നോട്ട് സ്മെൽ. എന്താണെന്ന് അത് മണപ്പിച്ച് നോക്കരുത്. ഡു നോട്ട് ടേസ്റ്റ്. ഒരിക്കലും അത് രുചിച്ച് നോക്കരുത് എന്നാണ് പറയുന്നത് കേട്ടോ. ഒരിക്കലും എന്താണ് കെമിക്കൽ സാധനങ്ങളൊന്നും നമ്മൾ കൈകൊണ്ട് അതുപോലെ മണപ്പിച്ച് നോക്കരുത്, കൈകൊണ്ട് തൊടരുത്, ടേസ്റ്റ് ചെയ്യരുത്. ഇതൊക്കെ ഓർത്തോണം. ആസിഡുകൾ അപകടകാരിയാകുന്നത് എങ്ങനെയാണ്? അതായത് വീര്യം കൂടിയ ആസിഡുകൾക്ക് ജലാംശം വലിച്ചെടുക്കാനും താപം പുറത്തുവിടാനുമുള്ള കഴിവുണ്ട്. അവ നമ്മുടെ ശരീരത്തിൽ വീണാൽ പൊള്ളലേൽക്കുന്നു. ഹൗ ആർ ആസിഡ് ഡേഞ്ചറസ്? Strong acid have the ability to absorb water and release heat. They cause burn if they get on the body. കേട്ടോ, മലയാളവും ഇംഗ്ലീഷും ഉണ്ട്, എല്ലാം ഓരോന്നും എഴുതണേ. അടുത്ത ആസിഡുകൾ ശരീരത്തിൽ വീണാൽ നൽകേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്? ആസിഡുകൾ ശരീരത്തിൽ വീണാൽ പൊള്ളൽ ഉണ്ടാകുന്നു. പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം നമ്മൾ കുറേ സമയം ഒഴിക്കുകയാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട ജോലി. ഗുരുതരമായ പൊള്ളൽ ഉണ്ടായാൽ ആശുപത്രിയിൽ ചികിത്സ തേടണമെന്നും പറയുന്നുണ്ട്. എന്നാൽ ഒരു ഉറുമ്പ് കടിക്കുമ്പോൾ എന്നുള്ള ചോദ്യമുണ്ട് കേട്ടോ. നമ്മളെ ഒരു ഉറുമ്പ് കടിക്കുമ്പോൾ നമുക്ക് ശക്തമായ ചൊറിച്ചിലും വേദനയൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ആ ഉറുമ്പിൻ്റെ ശരീരത്തിൽ ഫോമിക് ആസിഡ് ഉണ്ട്. അത് ഉറുമ്പിൻ്റെ ശരീരത്തിലുള്ള ആസിഡ് ഏതാണെന്ന് ഒരു മാർക്കിന് ചോദിക്കാം. ഫോമിക് ആസിഡ് ഉണ്ട്. ഉറുമ്പ് കടിക്കുമ്പോൾ ഈ ആസിഡ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഇത് നമ്മുടെ ശരീരകോശങ്ങളുമായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഉറുമ്പ് കടിക്കുമ്പോഴുള്ള വേദനയ്ക്ക് കാരണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങളെ. അത് ഉറുമ്പിൻ്റെ ശരീരത്തിൽ അടങ്ങിയ ആസിഡിൻ്റെ പേര് ഫോമിക് ആസിഡാണ് കേട്ടോ. ഫോമിക് അത് നമ്മുടെ ആ ആസിഡ് കടിക്കുമ്പോൾ അതിൻ്റെ ആ കൊമ്പുണ്ടല്ലോ, കൊമ്പിലൂടെ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് അത് ഇറക്കുന്നു കേട്ടോ. ഉറുമ്പ് കടിക്കുമ്പോൾ ആ ആസിഡ് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ നമ്മുടെ കോശങ്ങളുമായിട്ട് ശരീരത്തിലെ ഓരോ സെല്ലുമായിട്ടും ഇത് കയറി പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് വേദന അനുഭവപ്പെടുന്നതും അതുപോലെ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതും. ശരീരത്തിനുള്ളിലും നമ്മുടെ ശരീരത്തിനുള്ളിലും ആസിഡുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. നാം കഴിക്കുന്ന ആഹാരത്തിൻ്റെ ദഹനത്തെ സഹായിക്കുന്നത് തന്നെ ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതുണ്ട് അല്ലേ. നാം കഴിക്കുന്ന ആഹാരത്തിൻ്റെ ദഹനത്തെ സഹായിക്കാനായിട്ട്, നമ്മൾ എന്തെങ്കിലും ആഹാരം
കഴിക്കുമ്പോൾ അത് നമ്മുടെ വയറിനുള്ളിൽ, അതായത് ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ചിലരിൽ ഇതിൻ്റെ ഉൽപ്പാദനം കൂടുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന രോഗാവസ്ഥയാണ് അസിഡിറ്റി എന്ന് പറയുന്നത്. നമ്മൾ പറയത്തില്ലേ ഗ്യാസാ അതിൻ്റെ അസിഡിറ്റി അല്ലേ. ചിലരിൽ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇപ്പം കൂടുമ്പോഴും കുറയുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന അസിഡിറ്റി കേട്ടോ. ആമാശയത്തിനുള്ളിലെ നീറ്റില്, നെഞ്ചരിച്ചില്, പുളിച്ചു തീർട്ടല്, മലബന്ധം എന്നിവയൊക്കെ അസിഡിറ്റിയുടെ ലക്ഷണങ്ങളാണ്. അസിഡിറ്റി നിർവീര്യമാക്കുന്ന അന്റാസിഡുകൾ എന്നറിയപ്പെടുന്ന മരുന്നുകളാണ് ഡോക്ടർമാർ പരിഹാരമായിട്ട് നിർദ്ദേശിക്കുന്നത്. അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏതാണ്? അന്റാസിഡുകളാണ് കേട്ടോ, അന്റാസിഡുകൾ. അച്ചാറുകൾ സൂക്ഷിക്കാൻ ലോഹപാത്രങ്ങൾ ഉപയോഗിക്കാറില്ല, കാരണം എന്ത്? നമ്മളെല്ലാം അച്ചാറുകൾ ഉപയോഗിക്കാനായിട്ട് ഒരിക്കലും ലോഹപാത്രങ്ങൾ ഉപയോഗിക്കത്തില്ല. എപ്പോഴും എന്താണ്? കുപ്പി, ഗ്ലാസിന്റെ പാത്രങ്ങളാണ് അച്ചാറുകൾ കൂടുതലായിട്ട് അല്ലേ. അച്ചാറുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നാരങ്ങ, മാങ്ങ, ഇരുമ്പൻപുളി, നെല്ലിക്ക മുതലായവയിലെല്ലാം ആസിഡ് അടങ്ങിയിട്ടുണ്ട് അല്ലേ. കൂടാതെ അച്ചാർ കേടുകൂടാതെ സൂക്ഷിക്കാൻ അവയിൽ വിനാഗിരി ചേർക്കുന്നുമുണ്ട്. ആസിഡുകൾ ലോഹങ്ങളുമായിട്ട് പ്രവർത്തിച്ച് ആരോഗ്യത്തിന് ഹാനികരമായ പദാർത്ഥങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ നമ്മൾ അച്ചാറുകൾ സൂക്ഷിക്കാൻ ലോഹപാത്രങ്ങൾ ഉപയോഗിക്കാറില്ല എന്ന് പറയുന്നത്. ഏതെല്ലാം ഉപയോഗങ്ങൾക്കാണ് നമ്മൾ വിനാഗിരി ഉപയോഗിക്കുന്നത്? യൂസസ് ഓഫ് വിനീഗർ. വിനാഗിരിയുടെ ഉപയോഗം ചിലപ്പോൾ 3 മാർക്കിന് ചോദിക്കാം. നമ്മൾ അച്ചാറുകൾ ചീത്തയാകാതെ സൂക്ഷിക്കാൻ വിനാഗിരി ഉപയോഗിക്കുന്നു. ടു പ്രിസർവ് ദ പിക്കിൾസ് ഫോർ ലോങ് ടൈം വിത്തൗട്ട് സ്പോയിലിംഗ്. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് പുളിരുചി കൂട്ടുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ടു ഗിവ് സോർ ടേസ്റ്റ് ടു ഫുഡ്. ഭക്ഷണ പദാർത്ഥങ്ങൾ വേഗം വേവുന്നതിന്. പിന്നെ ടു കുക്ക് ഫുഡ് ഫാസ്റ്റർ അല്ലേ. ഭക്ഷണം വേഗം വേവുന്നതിനും ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് പുളിരുചി കൂട്ടുന്നതിനും സോർ ടേസ്റ്റ് തിരിച്ച് ഞാൻ പറഞ്ഞു അല്ലേ. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് പുളിരുചി കൂട്ടുന്നതിന് ടു ഗീവ് സോർ ടേസ്റ്റ് ടു ഫുഡ് കേട്ടോ. അതുപോലെ സോപ്പ് നിർമ്മാണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ബേസുകൾ. സോപ്പ് മുമ്പേ നമ്മൾ പറഞ്ഞാണ് ബേസ് ആണ്. അപ്പോൾ ഹൈഡ്രോക്സൈഡ് ആണ് കേട്ടോ. ബേസ് എന്ന് കേൾക്കുമ്പോഴേ ഹൈഡ്രോക്സൈഡ്, ഹൈഡ്രോക്സൈഡ് എന്താ? സോഡിയവും പൊട്ടാസ്യവുമാണ് സോപ്പ് എന്ന് ഓർത്തോണം കേട്ടോ. മരുന്നുകളിൽ ഉപയോഗിക്കുന്നത് അലൂമിനിയം ഹൈഡ്രോക്സൈഡും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡുമാണ്. അത് നമ്മൾ 1 മാർക്കിൻ്റെ എഴുതിയതാണ്. ആസിഡുകളുടെ ഉപയോഗം പരീക്ഷയ്ക്ക് ചോദിക്കാം കുഞ്ഞുങ്ങളെ. അസറ്റിക് ആസിഡ് വിനാഗിരിയിൽ കേട്ടോ. ഫോമിക് ആസിഡ് റബ്ബർ പാല് കട്ടിയാവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആസിഡാണ് ഫോമിക് ആസിഡ് കേട്ടോ. സിട്രിക് ആസിഡ് പാനീയങ്ങൾ നമ്മൾ കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രിങ്ക്സുകളുണ്ടല്ലോ, അതിന് സിട്രിക് ആസിഡാണ് ഉപയോഗിക്കുന്നത്. സൾഫ്യൂരിക് ആസിഡ് എന്ന് വെച്ചാൽ മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററി, രാസവളങ്ങളൊക്കെ നിർമ്മിക്കാനും സൾഫ്യൂരിക് ആസിഡാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതുപോലെ നൈട്രിക് ആസിഡോ രാസവളം, പെയിന്റ്, ചായം എന്നിവ നിർമ്മിക്കാൻ ഏതാ ഉപയോഗിക്കുന്നത്? ഈ നൈട്രിക് ആസിഡാണ് ഉപയോഗിക്കുന്നത്. ടാനിക് ആസിഡ് എന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് 1 മാർക്കിൻ്റെ ചോദ്യത്തിൽ പറഞ്ഞ ടാനിക് ആസിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുകല്, മഷി എന്നിവ നിർമ്മിക്കാൻ ടാനിക് ആസിഡാണ്. കാർബോണിക് ആസിഡ് ഉണ്ട്. സോഡ വാട്ടർ, പാനീയങ്ങൾ എന്നിവ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കാർബോണിക് ആസിഡാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാം. അപ്പോൾ ആ ഓർഡറിൽ തന്നെ പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ അടുത്ത ചോദ്യം, നമ്മൾ എർത്തേൺ വെസൽസ് ആർ commonly used to cook dishes with curd and buttermilk. തൈര്, മോര് ഇവ ചേർത്ത കറികൾ ഉണ്ടാക്കാൻ മൺപാത്രങ്ങൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതിന് കാരണം എന്താണ്? ചോദ്യം എന്ത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. curd and buttermilk contains lactic acid. Lactic acid react with metallic vessels and causes corrosion അല്ലേ. ദീസ് വിൽ കോസ് ഹെൽത്ത് പ്രോബ്ലംസ്. തൈരിലും മോരിലും ഒക്കെ ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ടോ നിങ്ങളെ? അത് ഈ ലാക്റ്റിക് ആസിഡ് ലോഹപാത്രങ്ങളുമായിട്ട് പ്രവർത്തിച്ച് ലോഹനാശത്തിന് കാരണമാകും. മുമ്പ് നമ്മൾ ലാബിലെ കാര്യം പറഞ്ഞല്ലോ, ഇത്തരം ഭക്ഷണങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു കേട്ടോ. പിന്നെ ബേസുകളുടെ ഉപയോഗം മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. സോപ്പ് നിർമ്മാണത്തിന് അത് നമ്മൾ പറഞ്ഞ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഓർത്ത് വെച്ചേക്കണേ, മനുഷ്യന്റെ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസ്കോർബിക് ആസിഡ്. നാരങ്ങ അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ്. തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ്. വിനാഗിരിയിൽ ഉപയോഗിക്കുന്നത് നേർത്ത അസറ്റിക് ആസിഡ്. ആൽക്കലിയിൽ ഫിനോഫ്താലിന്റെ പങ്ക് പിങ്ക് കളറാണ്. പതിമുഖ വെള്ളത്തിന്റെ ആസിഡിന്റെ സാന്നിധ്യത്തിലുള്ള നിറം മഞ്ഞയാണ്. നാരങ്ങ തരും കേട്ടോ. നാരങ്ങ സിട്രിക് ആസിഡാണ്. ആപ്പിള് മാലിക് ആസിഡാണ്. പുളി ടാർട്ടാറിക് ആസിഡാണ്. തക്കാളി ഓക്സാലിക് ആസിഡാണ് കേട്ടോ.
മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെ ചോദിക്കുകയെ ആസിഡ് എല്ലാം കറക്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കണം. എല്ലാ ആസിഡുകൾക്കും എന്തുണ്ടോ നിങ്ങളെ പുളിരുചിയുണ്ട്, എല്ലാ ബേസുകൾക്കും കാരരുചിയുണ്ട്. ഉറുമ്പിൻ്റെ ശരീരത്തിൽ ഫോമിക് ആസിഡ് ഉണ്ട്. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് ചേരുമ്പോഴാണ് ജലമുണ്ടാകുന്നത്. ആസിഡുകൾ ലോഹങ്ങളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നു. ഒരു കത്തുന്ന വാതകത്തിൻ്റെ പേര് ഹൈഡ്രജൻ. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങളെ നമ്മൾ ആസിഡുകളെന്നും ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നതിനെ നമ്മൾ ബേസുകളെന്നും പറയുന്നു. ഇതാണ് രണ്ടാമത്തെ ചാപ്റ്റർ. ലബോറട്ടറിയിൽ ആസിഡുകൾ സൂക്ഷിക്കുന്ന കുപ്പികൾക്ക് ലോഹ അടപ്പുകൾ ഉപയോഗിക്കാറില്ല. കാരണം എന്താണ്? ഞാൻ 2-3 ക്ലാസ് എടുത്തുകൊണ്ടാണ് ഇങ്ങനെ നോട്ട് വന്നത്. അപ്പോൾ അഥവാ മുമ്പ് എഴുതാത്തവർക്ക് ഇങ്ങനെ ഒരു ചോദ്യമുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ആസിഡുകൾ ലോഹങ്ങളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്താ കത്തുന്ന വാതകമായ ഹൈഡ്രജൻ അതിനകത്തിലുണ്ടാകും കേട്ടോ. ഇത് അപകടകരമായതിനാൽ ആസിഡ് സൂക്ഷിക്കുന്ന കുപ്പികൾക്ക് ലോഹ അടപ്പുകൾ ഉപയോഗിക്കാറില്ല കേട്ടോ. അത് നമ്മൾ പറഞ്ഞതാ, ഞാനും പറഞ്ഞതാ. HSS-നകത്തിലെ ചോദ്യമായിരുന്നു അതൊക്കെ കേട്ടോ, പതിമുഖമൊക്കെ കേട്ടോ. അതായത് രണ്ടാമത്തെ പാഠത്തിൻ്റെ HSS ആണിത്. പുളിരുചിയുണ്ട്, അതിൻ്റെയൊക്കെ നമ്മൾ പറഞ്ഞതാ, ആസിഡും ബേസും ഒക്കെ ഓക്കെ ആണല്ലോ. ഈ അസറ്റിക് ആസിഡിൻ്റെ എന്തോത്തിനാവും നിങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന അസറ്റിക് ആസിഡ് നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നല്ലോ, വിനാഗിരി കേട്ടോ, സൾഫ്യൂരിക് ആസിഡ് രാസവള നിർമ്മാണത്തിന്, ഫോമിക് ആസിഡ് റബ്ബർ പാൽ കട്ടിയാകുന്നു, സിട്രിക് ആസിഡ് പാനീയങ്ങൾ നിർമ്മിക്കാൻ, ആപ്പിളിനകത്തിൽ മാലിക്ക് കേട്ടോ. ഇതൊക്കെ ഞാൻ കുറേ പറഞ്ഞത്, എന്നാലും പഠിച്ചു വെച്ചോണ്ടേ. ഇവിടെ ഹൈഡ്രോക്സൈഡ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ബേസുകളാണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ കുറേ ഹൈഡ്രോക്സൈഡ് ബേസ് പഠിച്ചില്ല, എന്തിൻ്റെ ആയിരുന്നില്ലേ? മണ്ണിൻ്റെ അസിഡിറ്റി മാറ്റാൻ കാൽസ്യം ഹൈഡ്രോക്സൈഡാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് വെച്ചാൽ പേപ്പർ, റയോൺ എന്നിവ ഉണ്ടാക്കാൻ. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്താ? സോഡിയവും പൊട്ടാസ്യവും അതിനാ അല്ലേ? ഓക്കെ. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡോ? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സോപ്പ് ഉണ്ടാക്കാൻ, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് മരുന്നുണ്ടാക്കാൻ, സോഡിയം ഹൈഡ്രോക്സൈഡ് പേപ്പർ റയോൺ ഉണ്ടാക്കാൻ, കാൽസ്യം ഹൈഡ്രോക്സൈഡ് മണ്ണിൻ്റെ അസിഡിറ്റി. തിരിഞ്ഞു പോകല്ലേ. ജൈവ വളങ്ങൾ, ബയോ ഫെർട്ടിലൈസർ എന്ന് വെച്ചാൽ രാസ കേട്ടോ, അത് തങ്ങളുടെ വ്യത്യാസം അത് അന്ന് ടെസ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ടോ. കീടനാശിനികൾ 2 വിധം, ജൈവ കീടനാശിനിയും ബയോ കേട്ടോ, അതൊക്കെ നമ്മുടെ ടെസ്റ്റിൽ ഓൾറെഡി ഉണ്ട്. ഓക്കെ. ആസിഡും ബേസും തങ്ങളുടെ ഡിഫറൻസ് ചോദിക്കുകയെങ്കിൽ ഇതങ്ങ് എഴുതി വെച്ചേക്കണം കേട്ടോ. ഇത് എഴുതി വെക്കാമെങ്കിൽ ഫുള്ള് മാർഗം. ഹൗ മെനി ടൈപ്പ് ഓഫ് ബ്ലഡ് വെസൽസ് ആർ ഇൻ അവർ ബോഡി? എത്ര തരം രക്തക്കുഴലുകൾ നമ്മുടെ ശരീരത്തിലുണ്ട് മക്കളെ? എത്ര ഉണ്ട്? 4 അല്ലേ? 3 ടൈപ്പ് ഓഫ് ബ്ലഡ് വെസൽസ് ആർ സീൻ. 1 കാപ്പിലറീസ്, 2 വെയിൻസ്, 3 ആർട്ടറീസ് അല്ലേ? എത്ര വിധമുണ്ടെന്ന് പറഞ്ഞ്? 3 ആർട്ടറീസ്. ഞാൻ 4 പറഞ്ഞേ ഇല്ലല്ലോ. ഇനി എന്താണ് ആർട്ടറി? The arteries are the blood vessels that carry oxygen rich blood from the heart to different part of the body. Vein എന്ന് വെച്ച് കഴിഞ്ഞാൽ vein are the blood vessels that carry carbon dioxide rich blood from different part of the body to the heart. Capillaries എന്ന് വെച്ച് കഴിഞ്ഞാൽ thin blood vessels that connect arteries and veins. അതായത് 3 തരം ഉണ്ട് നമുക്ക് ലോമികകൾ അല്ലേ? സിര, ധമനി അല്ലേ? അല്ല, 3 തരം ബ്ലഡ് വെസൽസ് ആണല്ലോ. ഏതൊക്കെയാണ്? ലോമികകൾ അല്ലെ, ആർട്ടറീസ്, സിര, വെയിൻസ്, കാപ്പിലറീസ്, ധമനീസ്. ഹൃദയത്തിൽ നിന്ന്, ഇത് തിരിഞ്ഞു പോകുന്നുണ്ട് എല്ലാവർക്കും, ഹൃദയത്തിൽ നിന്നും ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന രക്തക്കുഴലാണ് ധമനി അല്ലെങ്കിൽ ആർട്ടറി എന്ന് പറയുന്നത്. ഹൃദയത്തിൽ നിന്നും എടുത്തുകൊണ്ട് പോകുന്നതാണ്. എന്നാൽ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് കലർന്ന രക്തം, ഇതെല്ലായിടും ആയിക്കഴിയുമ്പം കാർബൺ ഡയോക്സൈഡ് കലരുന്ന രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് സിരകൾ. തിരിച്ചു കൊണ്ടു കൊടുക്കുന്ന ആളാണ് സിര അല്ലെങ്കിൽ വെയിൻ എന്ന് പറയുന്നത്. ഈ സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കുഴലുകളെയാണ് ലോമികകൾ അല്ലെങ്കിൽ കാപ്പിലറീസ് എന്ന് പറയുന്നത്. ഇപ്പം മനസ്സിലായോ? 3 ഇതാണ് സംഭവം കേട്ടോ. അപ്പം ഹൃദയത്തിൽ നിന്ന് ചെന്ന് ബ്ലഡ് എടുത്തോണ്ട് വരുന്നത് നമ്മുടെ ആർട്ടറീസും എല്ലായിടവും കൊടുത്തതിന് ശേഷം കാർബൺ ഡയോക്സൈഡ് മിക്സ് ചെയ്തതിന് തിരിച്ചു കൊടുക്കുന്നത് വെയിൻസും. ഇതിനെ രണ്ടിനെയും കൂടെ 2 സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കുഴലുകൾക്ക് ലോമികകളെന്നും പറയുന്നു. ഓക്കെ. 3ാമത്തത്, വൈ ഡു വി യൂഷ്വലി ടു ഗെറ്റ് ലൈറ്റ്? രാത്രി വൈദ്യുതി ഇല്ലാതാകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമുക്ക് ക്യാൻഡിൽസോ മെഴുകുതിരീസോ ഒക്കെ കേട്ടോ. ഇതൊക്കെ ഇത് നമ്മൾ ഈയിടെ ഒന്ന് പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ സ്പീഡിൽ പോകാണ്ട് ഇതൊക്കെ അങ്ങ് എഴുതണേ ഒന്നുമില്ല കേട്ടോ. ഇത് വായിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ അത്രയും സമയം പോകും. ഓക്കെ, സ്പീഡിൽ പോവാം.
അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വായിച്ചോ. വൈദ്യുത സ്രോതസ്സുകൾ എന്നാൽ എന്ത്? സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റി, ഇലക്ട്രിക് സെൽസ്, ജനറേറ്റർ, സോഴ്സസ് സെൽ, സോളാർ സെൽ എക്സെട്ര ആർ ദ ഡിവൈസ് ദാറ്റ് പ്രൊവൈഡ് ഇലക്ട്രിസിറ്റി. ഡിവൈസസ് ദാറ്റ് പ്രൊവൈഡ് ഇലക്ട്രിസിറ്റി ആർ ടേംഡ് സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റി. വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങളെയാണ് വൈദ്യുത സ്രോതസ്സുകൾ എന്ന് പറയുന്നത് അല്ലേ. ഇലക്ട്രിക് സെൽ എന്നാൽ എന്ത്? കണ്ടോ, ഇലക്ട്രിക് സെല്ല് കാണാൻ പറ്റുന്നുണ്ടേ, ഇലക്ട്രിക് സെല്ല്. അടുത്ത ബാറ്ററി എന്നാൽ എന്താണ്? ബാറ്ററി ഈസ് ആൻ അറേഞ്ച്മെന്റ് മെയ്ഡ് ബൈ ക്ലോക്ക്, മൊബൈൽ എന്നീ ഉപകരണങ്ങളെ ഉപയോഗിക്കുന്ന വൈദ്യുത സ്രോതസ്സുകളുടെ തമ്മിലുള്ള വ്യത്യാസം. സെൽ ഈസ് എ ക്ലോക്ക് ക്യാനോട്ട് സെൽ. കണ്ടോ, എൻ്റെ ഇംഗ്ലീഷും എല്ലാത്തിൻ്റെയും അതിൻ്റെ തന്നെ ഇംഗ്ലീഷും മലയാളവും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാക്കി അങ്ങ് പഠിച്ചാൽ മതി. ഡിസ്ചാർജ് റീചാർജബിൾ സെല്ലും ഉണ്ട് അല്ലേ. റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നത്, ഇപ്പോൾ മൊബൈലിൻ്റെ ബാറ്ററി തീർന്നു പോയാൽ അതിൻ്റെ ബാറ്ററി ഊരി കളയുകയാണോ ചെയ്യുന്നത്? അല്ലേ. റീചാർജ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കുന്ന സെല്ലുണ്ട്. എന്നാൽ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന റിമോട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ വീണ്ടും ചാർജ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ. അതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അഡ്വാൻറ്റേജ് യൂസിങ് LED ബൾബ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. LED ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മകൾ എന്തെല്ലാം? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് കുറഞ്ഞ ഊർജ്ജം മതി, കൂടുതൽ കാലം ഈട് നിൽക്കും, പ്രകൃതിക്ക് ദോഷമുണ്ടാവും, ഇതിന് വിലക്കുറവാണ്. പ്രൈസ്ലെസ് എന്ന് വെച്ചാൽ വിലക്കുറവെന്നാണ് കേട്ടോ, വിലക്കുറവാണ് കേട്ടോ. അത് ഞാനൊരു കമൻറ്റിൽ എന്തോ കണ്ടായിരുന്നു. എന്താണ് LED മോഡ്? ഒന്നിലധികം LED ബൾബുകൾ ഒരു സ്ട്രിപ്പിൽ ക്രമീകരിക്കുന്നതിനെയാണ് LED മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. എന്താണ് അതിൻ്റെ മലയാളം ഇവിടെ തന്നിട്ടുണ്ടല്ലേ. LED മൊഡ്യൂൾ എന്താണ്? കണ്ടോ, എൻ്റെ ഇംഗ്ലീഷും മലയാളവും ഉണ്ട്. ഇലക്ട്രിക് സർക്യൂട്ട് എന്നാൽ എന്താ? വൈദ്യുത സർക്യൂട്ടുകൾ. അടഞ്ഞ സർക്യൂട്ടും തുറന്ന സർക്യൂട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അടഞ്ഞ സർക്യൂട്ടും തുറന്ന സർക്യൂട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കണ്ടോ, സ്വിച്ച് എന്താണ്? സ്വിച്ച് ഡോണ്ട് യൂസ് സ്വിച്ച് ഓഫ്, സ്വിച്ച് ഓൺ. ഒഴുകുന്ന വൈദ്യുതി. കണ്ടോ നിങ്ങൾ, ഇതൊക്കെ എഴുതണേ കേട്ടോ. ഓൾറെഡി നമ്മളിത് 2-3 ഇതിൽ ഇട്ടിട്ടുണ്ട്. എന്നാലും ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾക്കൊക്കെ ചിലപ്പം എല്ലാത്തിൻ്റെയും മലയാളം കൊടുത്തുകൊണ്ട് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെല്ലാം വസ്തുക്കളാണ് വൈദ്യുതി കടത്തിവിടുന്നത്? കണ്ടോ, എല്ലാ മലയാളവും ഇംഗ്ലീഷ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വായിച്ച് അർത്ഥം മനസ്സിലാക്കി പഠിക്കാൻ പറ്റത്തില്ലേ? മെറ്റീരിയൽസ് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. വൈദ്യുതി കടത്തിവിടാത്തത് എന്തൊക്കെയാണ്? നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് പ്രവർത്തിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതിനകത്ത് ചെന്ന് ഒട്ടിയിരിക്കും അത്രയേ ഉള്ളില്ലേ, അതുകൊണ്ടല്ലേ? ഒന്നുമല്ലേ, ആൻസർ ഇതിനകത്തിലുണ്ട്. അടുത്ത കണ്ടക്ടേഴ്സ് എന്താണ്? ബസ്സിനകത്തിൽ ടിക്കറ്റ് തരുന്നതാണോ കണ്ടക്ടേഴ്സ്? ഇൻസുലേറ്റേഴ്സ് എന്താണ്? വിച്ച് മെറ്റൽ ഈസ് യൂസ്ഡ് as കണ്ടക്ടർ ഇൻ വയർ യൂസ്ഡ് ഇൻ അവർ ഹോം? ഇത് കുറേ നമ്മൾ പറഞ്ഞ കുഞ്ഞുങ്ങൾ കേട്ടോ, അതുകൊണ്ട് കാണിച്ചു വന്നാണ്. എക്സാമിന് നോട്ട് കിട്ടിയില്ലാത്തതുകൊണ്ടാണ് പഠിക്കാത്തതെന്ന് പറയത്തില്ലല്ലോ, അതുകൊണ്ടാണ്. വാട്ട് ആർ ദ പ്രിക്വേഷൻസ് ടു ബി ടേക്കൻ വൈൽ ഹാൻഡ്ലിംഗ് ഇലക്ട്രിക് അപ്ലയൻസ്? ഞാനിത് എളുപ്പം കാണിക്കുന്നത് നിങ്ങൾക്ക് പെതുക്കെ പോസ് ചെയ്തിട്ടിട്ട് എഴുതിയെടുക്കാൻ വേണ്ടി കേട്ടോ. ഇലക്ട്രിക് ഷോക്കിനെ കുറിച്ച് മുമ്പ് നമ്മൾ പറയും. ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്നതിൻ്റെ ഷോക്ക് ഏറ്റ് കിടക്കുന്ന ഒരു വ്യക്തിയെ രക്ഷിക്കാൻ നാം ഉടനടി എന്തെല്ലാം കാര്യം ചെയ്യണം? എന്തൊക്കെ ചെയ്യണം? ജനറേറ്ററിനെ കുറിച്ച് ചോദിക്കും കേട്ടോ. ജനറേറ്റർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനെ കുറിച്ച്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ നമ്മുടെ ടെസ്റ്റിലുണ്ട് കേട്ടോ, എന്നാലും പറയുക. ഓൾറെഡി നമ്മുടെ ടെസ്റ്റിലുണ്ട്. വൈദ്യുതി ഉൽപ്പാദനത്തിലുള്ള മറ്റ് സാധ്യതകൾ എന്തെല്ലാം? വൈദ്യുതി നമുക്ക് എങ്ങനെയൊക്കെ ഉൽപ്പാദിപ്പിക്കാമെന്നുള്ളത്. ഇലക്ട്രിസിറ്റി, വൈദ്യുതി എന്നാൽ എന്ത്? അല്ലേ, ഹു ഈസ് ദ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി? ഇലക്ട്രിക് സെല്ല്, ബാറ്ററി, വൈദ്യുതിയുടെ ഉറവിടങ്ങൾ എന്തൊക്കെയാണ്?
ഈയിടെ ഞാൻ ഈ ചാപ്റ്റർ ഒന്നുകൂടെ ഒന്ന് എടുത്തായിരുന്നു നിങ്ങളെ കേട്ടോ. അതുകൊണ്ടാണ് വൈദ്യുതിയുടെ ഉപയോഗിക്കുന്ന വൈദ്യുത സ്രോതസ്സുകൾ എന്നറിയപ്പെടുന്നത് ഇലക്ട്രിക് സെല്ല്. ഓക്കെ, ഞങ്ങളെ അടുത്ത ലാസ്റ്റ് ചാപ്റ്ററാണ് കണ്ടേ, പ്രകാശം പ്രതിപദിക്കുമ്പോൾ. ഇത് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഞാൻ 2-3 വട്ടം ഇട്ടിട്ടുണ്ട്. ഇത് സ്പീഡിൽ കാണിച്ചു പോവാം. പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കൾ, പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കൾ, ഒപ്പാക്ക് 3 തരത്തിലുണ്ട്. ട്രാൻസ്പെയറൻറ്റ്, ഒപ്പാക്ക്, ട്രാൻസ്ലൂസൻറ്റ്. ഇതൊക്കെ ഒത്തിരി നമ്മൾ നല്ല രീതിയിൽ തന്നെ പറഞ്ഞതാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, അല്ലേ? ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ചത് നിങ്ങൾക്ക് അങ്ങനെ ആവണമെന്നുണ്ടോ? ഉണ്ടോ ഞങ്ങളെ? കാരണം ഞാൻ മലയാളവും ഇംഗ്ലീഷും കൂടെ 2 പേർക്കും അത് വേണ്ടത്തക്ക രീതിയിൽ തന്നെയാണ്. നിങ്ങൾക്ക് നോട്ട് കാണുമ്പം തന്നെ അറിയാം, അല്ലേ? ഓണമൊക്കെ ഇവിടെ ഒരു ഉപ്പേരിയൊക്കെ ഓർത്തോ? ഞാനൊരു കൊച്ചു വീടൊക്കെ വെച്ച് കുഞ്ഞ്. അപ്പം അതിൻ്റെ പാലുകാച്ചാണ് കേട്ടോ. 24 പൂരാടത്തിന് ഞാൻ അതിൻ്റെ നമ്മുടെ ചാനലിൽ ഇടാം. നിങ്ങൾ ഇത് മൊത്തം കണ്ടവർക്ക് ഇത് എന്നെക്കുറിച്ച് അറിയാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ വരുമാനം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഈ യൂട്യൂബിലെ ഒരു ചാനൽ നമ്മൾ ഇടുന്നെന്ന് വിചാരിച്ച് എല്ലാവരെയും വിചാരം അതിനകത്തുനിന്ന് നമുക്ക് ലക്ഷങ്ങൾ അങ്ങ് വരുമാനമാണെന്നാണ് കേട്ടോ. എനിക്ക് കൂടിപ്പോയ ഒരു ലക്ഷം രൂപയുടെ താഴെ കഷ്ടിച്ച് ഞാൻ 3 വർഷം കൊണ്ട് സത്യം പറഞ്ഞാൽ ജോലി ചെയ്തപ്പം എനിക്ക് കിട്ടിയത് കേട്ടോ. 1 ലക്ഷത്തിൽ താഴെ 3 വർഷം കൊണ്ട് ഞാൻ ജോലി ചെയ്തിട്ട്. എന്നാൽ അതുകൊണ്ടൊന്നും അല്ലേ വീട് വെച്ചത്. ഞാൻ അതിനെക്കാട്ടി കഷ്ടപ്പെട്ട് ട്യൂഷനൊക്കെ അല്ലാതൊക്കെ പഠിപ്പിച്ചൊക്കെ കേട്ടോ. ഈ നോട്ട് എൻ്റെ ഈ മൊത്തം നോട്ടും കണ്ടവർക്ക് ഇതൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. എല്ലാവരും വരണം കേട്ടോ. 24-ാം തീയതിയാണ് നമ്മുടെ പൂരാടത്തിൻ്റെ അന്നാണ്. അതായത് എന്നിട്ട് വേണം നമുക്ക് ഓണം ആഘോഷിക്കാൻ. ഇത് കേട്ടവരൊന്ന് കമൻറ്റ് പറയണം കേട്ടോ. എല്ലാവരും ഒന്നും കേട്ട് കാണത്തില്ല, കാരണം ആദ്യം കുറേയൊക്കെ കണ്ടിട്ടേ എല്ലാവരും സ്കിപ്പ് അടിച്ച് പോകും. അപ്പോൾ ഇത് കണ്ടവർക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ ഈ നോട്ടോട്ട് എഴുതി എടുത്തോണ്ട് കേട്ടോ. നിങ്ങളിത് എഴുതുമെന്നുള്ള ഇതിലാണ്. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. വരുന്നതും പോകുന്നതും ഒക്കെ, റെഗുലറും ഇറഗുലറും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസിഡൻറ്റ് റേ എന്താണ്, പോയിൻ്റ് ഓഫ് ഇൻസിഡൻറ്റ് എന്താണ്, നോർമൽ എന്താണ്, റിഫ്ലക്ടർ റേ എന്താണ്, കണ്ടോ? കാര്യം പറഞ്ഞെങ്കിലും ഞാൻ നോട്ട് കാണിച്ചുകൊണ്ടാണ്. ഒറ്റ മിനിറ്റ് 1 മണിക്കൂർ നിൽക്കൂ. ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് എന്താണോ നിങ്ങൾ? ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ്, ലോസ് ഓഫ് റിഫ്ലക്ഷൻ, ഹൗ ഡു വി സീ തിങ്സ്. നാം ഒരു വസ്തുവിനെ കാണുന്നത് എങ്ങനെ? കണ്ണുകൊണ്ട് അല്ലേ? അതെങ്ങനെയാ? അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. 3 മാർക്കിൻ്റെ ചോദ്യമാണ്. പ്ലെയിൻ മിററും മിററിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. പ്ലെയിൻ മിററും ഇമേജും. ലാറ്ററൽ ഇൻവേർഷൻ. നമ്മളൊരു കണ്ണാടി നോക്കുമ്പം നമ്മൾ തിരിഞ്ഞതായിട്ട് കാണുന്നില്ല കുഞ്ഞിൽ. നമ്മൾ ഇടത്തെ കൈ വെക്കുമ്പം വലത്തെ കൈ പൊങ്ങുന്നതായിട്ടും വലത്തെ കൈ വെക്കുമ്പോൾ ഇടത്തെ കൈ പൊങ്ങുന്നതായിട്ടും ഒക്കെ നമ്മൾ കാണുന്നില്ല. അത് ലാറ്ററൽ ഇൻവേർഷൻ കേട്ടോ. ആംബുലൻസിൻ്റെ പേര് എന്തിനാണ് തലതിരിച്ചെഴുതി വെച്ചേക്കുന്നതെന്നൊരു ചോദ്യമുണ്ട് കേട്ടോ. അത് നമ്മളെ ഗ്ലാസിൻ്റെ മിററിൽ കൂടെ കാണുമ്പോൾ കറക്റ്റായിട്ട് നമുക്കത് വായിക്കാൻ പറ്റും കേട്ടോ. ഡിസ്റ്റൻസ് ടു ദ ഇമേജ്, പ്രതിപദത്തിൻ്റെ അകലം. പിന്നെ നമ്മൾ ഈ കോൺകേവും കോൺവെക്സും ഉപയോഗിക്കുന്നത് എവിടെയൊക്കെയാണെന്ന് കേട്ടോ. കാലിഡോസ്കോപ്പും പെരിസ്കോപ്പും നിങ്ങളുടെ ടെസ്റ്റിൽ തന്നിട്ടുണ്ട്. അതുകൂടെയൊക്കെ ഒന്ന് നോക്കണേ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഇത് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ് ഈ ചാപ്റ്ററിൽ. ഇത് കണക്കായിരുന്നു ഞാൻ ചെയ്ത് പഠിപ്പിച്ച, ഓർമ്മയുണ്ടോ ഇല്ല? ഈ കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും കേട്ടോ. ഇത് നിങ്ങളുടെ ചോദിക്കുന്നതാണ്. ഇത് ഫിസിക്സിലാണ് അല്ലേ? അപ്പം നിങ്ങൾക്കിത് വേണ്ട കേട്ടോ. ഇത് നിങ്ങൾക്കുണ്ടല്ലോ പറഞ്ഞല്ലേ, ഫിസിക്സിലുണ്ട്. രണ്ടായാലും നമ്മൾ കോൺകേവിൻ്റെയും കോൺവെക്സിൻ്റെയും പഠിക്കുമ്പോൾ അറിയേണ്ടതാണ് കേട്ടോ. നമ്മളത് പഠിച്ചതാണ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റാണ്.
അപ്പം ഇത്രയും മതി കുഞ്ഞുങ്ങളെ. നമ്മുടെ സയൻസിൻ്റെ 4 ചാപ്റ്ററിൻ്റെ ഫുൾ നോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും വൃത്തിയായിട്ടിരുന്ന് വീട്ടിലിരുന്ന് എഴുതി തന്നെ പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. വൃത്തിയായിട്ട് പഠിച്ചിട്ട് നമുക്ക് അടുത്ത പാഠത്തിൽ ഓണത്തിന് കിട്ടിയ മാർക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, ഹാപ്പി ഓണം.